ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു സ്റ്റുഡൻസ് ഫോക്കസ്. നമ്മൾ ഇന്ന് എക്കണോമിക്സിൻ്റെ 5th ചാപ്റ്റർ, അതായത് ബിസിനസ് സൈക്കിൾസ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ആ ചാപ്റ്റർ പഠിക്കുമ്പോൾ നമ്മൾ ബിസിനസ് സൈക്കിൾ എന്താണെന്ന് അറിയണമല്ലോ. എന്താണ് ബിസിനസ് സൈക്കിൾസ്? ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു എന്ന് വയ്ക്കുക. ഞാൻ ഇന്നൊരു സ്വീറ്റ്സ് സെല്ല് ചെയ്യുന്ന ഒരു ബിസിനസ്, സ്വീറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുകയും സെല്ല് ചെയ്യുകയും ചെയ്യുന്ന ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ആ ബിസിനസ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ആ ബിസിനസ് നടന്നു പോകുന്ന അത്രയും കാലം ആ ബിസിനസ്സിൻ്റെ സിറ്റുവേഷൻ, അല്ലെങ്കിൽ അതിൽ വരുന്ന പ്രോഫിറ്റ്, അതിൽ വരുന്ന ഇൻകം, സെയില് എല്ലാം ഒരേപോലെ ആയിരിക്കുമോ? ഇല്ല, ഒരിക്കലും ഇല്ല, അല്ലേ? കാരണം എന്താ, ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അധികം പേർക്ക് എൻ്റെ പ്രൊഡക്ട്സിനെ പറ്റി അറിയില്ല. അത് ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണോ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. അത് കഴിഞ്ഞ് പതുക്കെ ആളുകൾക്ക് പ്രൊഡക്റ്റ് മനസ്സിലായി വരുമ്പോൾ പതുക്കെ എൻ്റെ സെയിൽ കൂടും, എൻ്റെ ബിസിനസ് കൂടും, പ്രോഫിറ്റ് കൂടും, അങ്ങനെ വരും. ബട്ട് എല്ലാ കാലത്തും എൻ്റെ പ്രോഫിറ്റ് ഇങ്ങനെ കൂടിക്കൊണ്ട് അങ്ങറ്റം വരെ ആജീവനാന്തം എൻ്റെ പ്രോഫിറ്റ് കൂടിക്കൊണ്ടിരിക്കുമോ? ഇല്ല. കുറച്ച് നാൾ എൻ്റെ ബിസിനസ് നല്ല ബൂമിൽ പോവും, നല്ല പ്രോഫിറ്റ് വരും, അതിനൊരു പീക്ക് പൊസിഷൻ എത്തും. പീക്ക് പൊസിഷൻ എത്തുമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് വേറെ ഏതെങ്കിലും കോമ്പറ്റീറ്റർ വരുന്നതാവാം, അല്ലെങ്കിൽ എൻ്റെ കോമ്പറ്റീറ്റർ വേറെ ക്വാളിറ്റി പ്രൊഡക്റ്റ് റേറ്റ് കുറച്ച് ചീപ്പസ്റ്റ് റേറ്റിൽ കൊടുക്കുന്നതുകൊണ്ടാവാം. അങ്ങനെ മറ്റ് പല കാരണങ്ങളും ഉണ്ടാവാം. പല കാരണങ്ങൾ കൊണ്ട് എൻ്റെ ബിസിനസ് കുറയുന്നു, അല്ലെങ്കിൽ എൻ്റെ പ്രോഫിറ്റ് കുറയുന്നു, എൻ്റെ ബിസിനസ് ഒരു ഡൗൺ ട്രെൻഡിലേക്ക് വരുന്നു. അപ്പോൾ അത് എല്ലാ ബിസിനസ്സിനും ഇത് ആപ്ലിക്കബിൾ ആണ്. നമ്മളിങ്ങനെ ബിസിനസ്സിൽ വരുന്ന അപ്പ് ആൻഡ് ഡൗൺ ട്രെൻഡ്സിന് നമ്മൾ അത് ഒരു പ്രാവശ്യം മാത്രം വരുന്നതും അല്ല. ഇപ്പം ഇന്ന് എൻ്റെ ബിസിനസ് കൂടി, ഒരു മാസം കഴിഞ്ഞപ്പോൾ ബിസിനസ് കുറഞ്ഞു, അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ബിസിനസ് കുറഞ്ഞു, അതൊരു വൺ ടൈം ആക്ടിവിറ്റി അല്ല. ഇത് ബിസിനസ്സിൽ ഫ്രീക്വൻ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നതാണ്. ബട്ട് അത് ഏത് ഇൻ്റർവെൽസിൽ എങ്ങനെ വരും, എത്ര നാൾ ലാസ്റ്റ് ചെയ്യും എന്ന് നമുക്ക് കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല, അല്ലെങ്കിൽ കറക്റ്റായിട്ട് പറയാൻ സാധിക്കില്ല. ഇപ്പോൾ ഒരു പ്രാവശ്യം 1 ഇയർ കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ബിസിനസ് കുറച്ച് കുറഞ്ഞതെങ്കിൽ, അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് നന്നായി കുറഞ്ഞു പോയതെങ്കിൽ, ഇനി അടുത്ത ഒരു വർഷം കഴിയുമ്പോഴും എൻ്റെ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് കുറയുമെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? പറ്റില്ല. ഇനി ഒരു പ്രാവശ്യം പ്രോഫിറ്റ് കുറഞ്ഞത് ഒരു 2 months എൻ്റെ പ്രോഫിറ്റ് കുറഞ്ഞു, അത് കഴിഞ്ഞ് തിരിച്ച് പ്രോഫിറ്റ് കൂടാൻ തുടങ്ങി. അപ്പോൾ ഏത് സമയത്ത് എൻ്റെ പ്രോഫിറ്റ് കുറഞ്ഞാലും 2 months കഴിയുമ്പോൾ തിരിച്ച് പ്രോഫിറ്റ് കൂടുമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ബട്ട് ഇങ്ങനെ ബിസിനസ്സിൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും. അപ്പ് ട്രെൻഡ് ഉണ്ടാവാം, അതൊരു പീക്കിലെത്താം, പിന്നെ അവിടുന്ന് തിരിച്ച് ഡൗൺ ട്രെൻഡ് ഉണ്ടാവാം ഒക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു റിതമിക് ഫ്ലക്ച്വേഷനെയാണ് നമ്മൾ ബിസിനസ് സൈക്കിൾ അല്ലെങ്കിൽ ട്രേഡ് സൈക്കിൾ എന്ന് പറയുന്നത്. നമ്മുടെ എക്കണോമിക് ആക്ടിവിറ്റിയിൽ ഉണ്ടാവുന്ന ഇങ്ങനെയുള്ളൊരു റിതമിക് ഫ്ലക്ച്വേഷനെയാണ് നമ്മൾ ബിസിനസ് സൈക്കിൾ എന്ന് പറയുന്നത്. ബിസിനസ് സൈക്കിൾ അല്ലെങ്കിൽ ട്രേഡ് സൈക്കിൾ എന്ന് പറയുന്നത്. ഈ ട്രേഡ് സൈക്കിളിൽ നമുക്ക് ഗുഡ് ട്രേഡും ഉണ്ടാവും, ബാഡ് ട്രേഡും ഉണ്ടാവും. ഗുഡ് ട്രേഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്, നമ്മുടെ പോസിറ്റീവായിട്ട് പോകുന്ന ഫേസിനെയാണ് നമ്മൾ ഗുഡ് ട്രേഡ് എന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മൾക്ക് കൂടുതൽ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നു, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത ഗുഡ്സിന് നല്ല റേറ്റ് കിട്ടുന്നു, നമ്മുടെ ഗുഡ്സിൻ്റെ പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുന്നു, കൂടുതൽ ആളുകൾക്ക് എംപ്ലോയ്മെൻറ്റ് ഉണ്ടാവുന്നു. അതായത് അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ റേറ്റ് തീരെ കുറവായിരിക്കും, കൂടുതൽ ആളുകൾക്ക് എംപ്ലോയ്മെൻ്റ് ഉണ്ട്, അതനുസരിച്ച് ആളുകളുടെ ഇൻകം കൂടുന്നു, അവരുടെ സ്പെൻഡിങ് കൂടുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പോസിറ്റീവ് ഫേസിനെയാണ് നമ്മൾ ഗുഡ് ട്രേഡ് എന്ന് പറയുന്നത്. ബാഡ് ട്രേഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സിന് അധികം ഡിമാൻഡ് ഇല്ല, സോ അത് മേടിക്കാൻ ആളുകളുടെ കയ്യിൽ ക്യാഷ് ഇല്ല, അൺഎംപ്ലോയ്മെൻറ്റ് കൂടുതലാണ്, അപ്പോൾ ആളുകൾക്ക് ഇൻകം കുറവാണ്, സോ അധികം ആരും കൂടുതൽ എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നില്ല, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് എല്ലാം സെല്ലായി പോകുന്നില്ല, പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കുറച്ചിട്ടിട്ട് പോലും പോകുന്നില്ല, പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് നമുക്ക് തീരെ കുറയ്ക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ ഡിസ്കൗണ്ടിലൊക്കെ സെല്ല് ചെയ്യേണ്ട അവസ്ഥ വരുന്നു. അങ്ങനെയുള്ള നെഗറ്റീവ് ഫേസിനെയാണ് നമ്മൾ ബാഡ് ട്രേഡ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ എക്കണോമിക് ഫ്ലക്ച്വേഷൻസ് അല്ലെങ്കിൽ ഈ ബിസിനസ് സൈക്കിൾ വരുന്നത്, ഈ ഫ്ലക്ച്വേഷൻസ് എന്തായാലും എല്ലാ ബിസിനസ്സിലും വരും, എല്ലാ കൺട്രിയിലും വരുന്നുണ്ട്, നമ്മൾ എല്ലാ ടൈപ്പ് ഓഫ് ബിസിനസ്സിനും ഇത് ആപ്ലിക്കബിൾ ആണ്. ബട്ട് അത് ഏത് പീരീഡിൽ വരും, അല്ലെങ്കിൽ എത്ര നാൾ കഴിയുമ്പോൾ വരും, കറക്റ്റ് അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് പാറ്റേണിലല്ല ഇത് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബിസിനസ് സൈക്കിൾ എന്താണെന്ന് മനസ്സിലായല്ലോ. നമ്മളിതിൻ്റെ കോഴ്സസ് എന്തൊക്കെയാണെന്ന് ഈ ചാപ്റ്ററിൽ ഇനി ഡിസ്കസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറയാത്തത് ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ നമ്മൾക്ക് ബിസിനസ് സൈക്കിളിൻ്റെ ഫേസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മെയിനായിട്ട് ഒരു ടിപ്പിക്കൽ ബിസിനസ് സൈക്കിളിന് 4 ഫേസസ് ആണ് ഉണ്ടാവുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ താഴേന്ന് പതുക്കെ, നിങ്ങളൊരു മലയുടെ ഷേപ്പ് ഒന്ന് ഓർത്താൽ മതി, അപ്പോൾ നിങ്ങൾക്കത് തെറ്റിപ്പോവില്ല. താഴേന്ന് നമ്മൾ മേളിലേക്ക് കയറുന്നു, പീക്കിലെത്തുന്നു, പീക്കിലെത്തിയിട്ട് നമ്മൾ പീക്കിൽ സ്ഥിരം നിൽക്കുമല്ലോ ചെയ്യുന്നത്, കുറച്ച് നാൾ അല്ലെങ്കിൽ കുറച്ച് ദിവസം അല്ലെങ്കിൽ കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് താഴേക്ക് വരില്ലേ. അതുപോലെ തന്നെ ബിസിനസ്സിനും പല ഫേസസ് ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് ആ ഫേസസ് എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിൽ ഫസ്റ്റ് വരുന്നത് എക്സ്പാൻഷൻ, സെക്കൻഡ് വരുന്നത് പീക്ക് അല്ലെങ്കിൽ ബൂം, തേർഡ് വരുന്നത് കോൺട്രാക്ഷൻ, ദെൻ ഫോർത്ത് വരുന്നത് ട്രഫ് അല്ലെങ്കിൽ ഡിപ്രഷൻ. നമ്മൾക്കിതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ്
നമ്മളുടെ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞ പീരീഡ് വരുന്നത് നമ്മൾ ഈ താഴെ നിന്ന് മേളിലേക്ക് കയറുന്ന ഈ പീരീഡിനെയാണ് നമ്മൾ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞ പീരീഡായിട്ട് വരുന്നത്. ഈ എക്സ്പാൻഷൻ പീരീഡിൽ നമ്മളുടെ പ്രൊഡക്ട്സിനുള്ള ഡിമാൻഡ് കൂടുന്നു. ഡിമാൻഡ് കൂടുന്നതനുസരിച്ച് എന്താണ്, നമ്മൾ കൂടുതൽ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. കാരണം പ്രൊഡക്ട്സിന് ഡിമാൻഡ് കൂടുമ്പോൾ എല്ലാ ബിസിനസ് ഫേംസും എന്താ ചെയ്യുക, കൂടുതൽ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യും. കാരണം അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് സെല്ലായി പോകുന്നുണ്ട്, അവർക്ക് പ്രോഫിറ്റ് കൂടുതൽ കിട്ടും. സോ കൂടുതൽ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ നാഷണൽ ഔട്ട്പുട്ട്, നാഷണൽ പ്രൊഡക്ഷൻ കൂടുന്നു. അതനുസരിച്ച് നമ്മളിപ്പോൾ കൂടുതൽ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നെങ്കിൽ കൂടുതൽ ആളുകളെ നമ്മൾ ജോലിക്ക് എടുക്കണ്ടേ. അപ്പോൾ അതനുസരിച്ച് എംപ്ലോയ്മെൻറ്റ് കൂടുന്നു, കൂടുതൽ ആളുകൾക്ക് ജോലി കിട്ടുന്നു. ജോലി കിട്ടുമ്പോൾ ആളുകൾക്ക് കൂടുതൽ സാലറി അല്ലെങ്കിൽ കൂടുതൽ ഇൻകം കിട്ടുന്നു. അതനുസരിച്ച് അവരുടെ സ്പെൻഡിങ്ങും കൂടുന്നു. ശരിയല്ലേ? അവർ പല കാര്യങ്ങൾക്ക് അവർക്ക് കിട്ടുന്ന എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നു. നമ്മുടെ കയ്യിൽ കൂടുതൽ ഇൻകം ഉള്ളപ്പോൾ അല്ലെങ്കിൽ കൂടുതൽ ക്യാഷ് ഉള്ളപ്പോഴല്ലേ നമ്മൾ കൂടുതൽ സ്പെൻഡ് ചെയ്യുള്ളൂ. അപ്പോൾ ആളുകൾ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നു. പിന്നെ ബിസിനസ് ഫേംസിൻ്റെ സെയിൽസ് കൂടുന്നു. കാരണം അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റിന് നല്ല ഡിമാൻഡ് ഉണ്ട്. സോ സെയിൽസ് കൂടുന്നു. അതനുസരിച്ച് അവരുടെ പ്രോഫിറ്റ് കൂടുന്നു. പ്രോഫിറ്റ് കൂടുന്നതനുസരിച്ച് തന്നെ ആ കമ്പനികളുടെ സ്റ്റോക്കിൻ്റെ പ്രൈസസ്, സ്റ്റോക്ക് മാർക്കറ്റിൽ ആ കമ്പനികളുടെ സ്റ്റോക്കിൻ്റെ പ്രൈസസും ഇൻക്രീസ് ചെയ്യുന്നു. കാരണം ഒരു കമ്പനിയുടെ പ്രോഫിറ്റ് കൂടുതലാണ്, നല്ല റിട്ടേൺസ് കിട്ടുന്നെങ്കിൽ ആ കമ്പനിയിൽ കൂടുതൽ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വില്ലിങ് ആണ്, ആളുകൾക്ക് കോൺഫിഡൻസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ അവരുടെ കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് കൂടുന്നു. പിന്നെ ഈ സമയത്ത് ബാങ്ക്സും കൂടുതൽ ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യാൻ ബാങ്ക്സും വില്ലിങ് ആണ്. കാരണം എല്ലാവരുടെയും ഇഷ്ടംപോലെ ക്യാഷ് ഉണ്ട്, ഇൻകം ഉണ്ട്, കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. സോ ബാങ്കും കൂടുതൽ ക്രെഡിറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നു കസ്റ്റമേഴ്സിന്. സോ ഇത് ഒരു ഗ്രോയിങ് സ്റ്റേജാണ്. ബിസിനസ് ഡെവലപ്പായി കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മളുടെ റിസോഴ്സസ് പ്രൊഡക്ഷന് വേണ്ടി മാക്സിമം യൂട്ടിലൈസ് ചെയ്യും. കാരണം എന്താണ്, നമ്മൾ കൂടുതൽ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യണം. കൂടുതൽ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്താൽ നമ്മളുടെ ഗുഡ്സിന് അതനുസരിച്ച് ഡിമാൻഡ് ഉണ്ട്. സോ നമ്മുടെ റിസോഴ്സസിൻ്റെ ഫുള്ളി യൂട്ടിലൈസേഷൻ ചെയ്യും. അതനുസരിച്ച് നമ്മളുടെ പ്രൊഡക്ഷൻ കൂട്ടും. ഈ സമയത്ത് ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ് ഓൾമോസ്റ്റ് 0 ആയിരിക്കും. ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നോർമലി നമ്മളുടെ മാർക്കറ്റിൽ ഒരു റേറ്റ് ഉണ്ടാവും. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയുവാണ്, 1000 rupees ഡെയിലി തന്നാലേ ഞാൻ ജോലിക്ക് പോകുള്ളൂ. അങ്ങനെ പറയാതെ ഇപ്പോൾ 800 rupees തന്നാലും ഞാൻ ജോലിക്ക് പോകാൻ റെഡിയാണ്. നോർമലി 1000 rupees വേണമെങ്കിൽ കിട്ടും, ബട്ട് 800 ആണെങ്കിലും ഞാൻ ജോലി ചെയ്യാൻ റെഡിയാണ്. അപ്പോൾ അങ്ങനെ പറയുന്ന കേസാണ് നമ്മൾ ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ്. അതായത് നമ്മൾ റേറ്റ് കുറച്ചാണെങ്കിലും മാർക്കറ്റിൽ പ്രിവെയിലിംഗ് ആയ റേറ്റിനേക്കാളും കുറച്ച് കുറഞ്ഞാണെങ്കിലും ജോലി ചെയ്യാൻ റെഡിയാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ ഒരു അവസ്ഥ വരുന്നില്ല. അങ്ങനെയുള്ള കേസിൽ ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ് 0 ആയിരിക്കും. നമ്മളുടെ എക്സ്പാൻഷൻ ഫേസിൽ ഓൾമോസ്റ്റ് 0 ആയിരിക്കും. ഇനി അഥവാ 0 അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും റീസൺസ് കൊണ്ടായിരിക്കണം. ഇനി നോർമൽ കേസിൽ അത് 0 ആയിരിക്കും. പിന്നെ നമ്മൾക്ക് വരുന്നത് എന്താണ്, നമ്മൾ പ്രൊഡക്റ്റിൻ്റെ പ്രൈസസ് കൂടുന്നു. അതനുസരിച്ച് നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണ്. നമ്മൾക്ക് കൂടുതൽ പ്രൈസിൽ പ്രൊഡക്ട്സ് സെല് ചെയ്യാൻ സാധിക്കുന്നു. നമ്മളതുകൊണ്ട് നമ്മുടെ ബിസിനസ്സിൽ കൂടുതൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു പ്രൊഡ്യൂസേഴ്സ്. കാരണം കൂടുതൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്താൽ അവർക്ക് അതിനനുസരിച്ച് കൂടുതൽ റിട്ടേൺ കിട്ടുന്നുണ്ട്. പിന്നെ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഗുഡ്സിൻ്റെ ഡിമാൻഡ് കൂടുന്നു. ഗുഡ്സ് ആൻഡ് സർവീസസിനുള്ള ഡിമാൻഡ് കൂടുന്നു. സോ ഇവർ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ ഇൻവെസ്റ്റ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് നല്ല റേറ്റിൽ ഇവർക്ക് സെല് ചെയ്യാൻ സാധിക്കുന്നു. ഈ കൂടുതൽ ആളുകൾക്ക് എംപ്ലോയ്മെൻ്റ് ഉള്ളത് കൊണ്ടും അവർക്ക് നല്ല രീതിയിൽ ഇൻകം കിട്ടുന്നതുകൊണ്ടും എന്താണ്, അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇൻക്രീസ് ആവുന്നു. അവർക്ക് ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിൽ ജീവിക്കാൻ സാധിക്കുന്നു. കാരണം ഇപ്പോൾ എനിക്കൊരു 20,000 rupees ഇൻകം കിട്ടുന്നുണ്ടെങ്കിൽ എനിക്ക് ആ 20,000 അത്യാവശ്യം എക്സ്പെൻസ് കഴിഞ്ഞ് ബാക്കി എമൗണ്ട് എനിക്ക് വേണമെങ്കിൽ സ്പെൻഡ് ചെയ്യാമല്ലോ. എൻ്റെ ലക്ഷറീസിനോ അല്ലെങ്കിൽ എനിക്ക് ഏത് രീതിയിലുള്ള സാധനം വാങ്ങിക്കണം, എങ്ങനത്തെ പ്രൊഡക്ട്സ് വാങ്ങിക്കണം, എങ്ങനെയുള്ള ഗുഡ്സ് വാങ്ങിക്കണം, അതിന് എനിക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഇൻകം കൂടുന്നത് കൊണ്ട് അല്ലെങ്കിൽ പ്രോഫിറ്റ് കൂടുന്നത് കൊണ്ട് തന്നെ ആളുകളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടുന്നു. കൺസ്യൂമേഴ്സ് സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് കൂടുന്നു. കൂടുതൽ എമൗണ്ട് അവരുടെ കയ്യിൽ വരുമ്പോൾ അവർക്ക് ജോലിയുണ്ട്, ഇൻകം ഉണ്ട്. സോ അവർക്ക് കൂടുതൽ എമൗണ്ട് സ്പെൻഡ് ചെയ്യാൻ സാധിക്കുന്നു. അങ്ങനെ കൂടുതൽ സ്പെൻഡിങ് വരുന്നത് കൊണ്ടും നമ്മളുടെ പ്രൊഡക്ട്സ് വാങ്ങിക്കാൻ കൂടുതൽ ആളുകൾ റെഡി ആവുന്നത് കൊണ്ടും കൂടുതൽ ഡിമാൻഡ് മാർക്കറ്റിലുള്ളത് കൊണ്ട് തന്നെ എന്താ, ബിസിനസ് ഫേംസിന് കൂടുതൽ കോൺഫിഡൻസ് ആണ്. അവർക്ക് കൂടുതൽ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്താൽ ആ കൂടുതൽ ഗുഡ്സ് അവർക്ക് നല്ല റേറ്റിൽ സെല് ചെയ്യാൻ സാധിക്കും. നല്ല പ്രോഫിറ്റ് അവർക്ക് മാർക്കറ്റിൽ നിന്ന് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. സോ ബിസിനസ് ഫേംസിന് കോൺഫിഡൻസ് ആണ്. അവർ കൂടുതൽ എമൗണ്ട് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അവർ കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നു. ഇനി ഇങ്ങനെയൊരു ഫേസ്, ഈ മേളിലേക്ക് പോകുന്ന ഫേസ് കണ്ടിന്യൂസ് മേളിലേക്ക് പോയിക്കൊണ്ടിരിക്കില്ലല്ലോ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബിസിനസ്സിലൊരു ബൂം വരുമ്പോൾ അത് ഇൻക്രീസ് ആകുമ്പോൾ, പ്രോഫിറ്റ് ഇൻക്രീസ് ആകുമ്പോൾ അത് ആജീവനാന്തം ഇൻക്രീസ് അല്ലല്ലോ വരുന്നത്. അത് ഒരു പീരീഡ് എത്തുമ്പോൾ, ഒരു പീക്ക് പൊസിഷൻ എത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു സർട്ടൺ ലെവൽ എത്തുമ്പോൾ
അവിടെ ഒരു പീക്ക് പൊസിഷനിൽ അത് സ്റ്റോപ്പ് ആവുന്നു. ഈ ഗ്രോത്ത് വന്ന് ആ പീക്ക് പൊസിഷൻ എത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മളുടെ ബിസിനസ് സൈക്കിളിൻ്റെ ഒരു ഹയസ്റ്റ് പോയിന്റ് എത്തുവാണ്. ബിസിനസ് കൂടി അല്ലെങ്കിൽ പ്രോഫിറ്റ് കൂടി ഒരു ഹയസ്റ്റ് പോയിന്റിൽ എത്തുവാണ്. അതിനെയാണ് നമ്മൾ പീക്ക് എന്ന് പറയുന്നത്, പീക്ക് സൈക്കിൾ എന്ന് പറയുന്നത്. ആ പീക്ക് സൈക്കിളിൽ എത്തുമ്പോൾ അല്ലെങ്കിൽ പീക്ക് പോയിന്റിൽ എത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ഇതിന് മുമ്പത്തെ ഫേസിൽ നമ്മൾ പറഞ്ഞു ഡിമാൻഡ് കൂടുന്നു, പ്രൊഡക്ഷൻ കൂടുന്നു, കൂടുതൽ റിസോഴ്സസ് യൂട്ടിലൈസ് ചെയ്യുന്നു എന്നൊക്കെ. പക്ഷേ നമ്മളുടെ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ നമ്മളുടെ മാർക്കറ്റിൽ റിസോഴ്സസ് അൺലിമിറ്റഡ് ആണോ? അല്ല, റിസോഴ്സസ് ലിമിറ്റഡ് ആണ്. അപ്പോൾ കൂടുതൽ റിസോഴ്സസ് യൂസ് ചെയ്ത് വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അതിന് നമ്മളുടെ പ്രൊഡക്ഷന് വേണ്ടിയും മറ്റ് ആക്ടിവിറ്റീസിന് വേണ്ടി യൂസ് ചെയ്ത് വരുമ്പോൾ നമ്മളുടെ റിസോഴ്സസിന് സ്കേസിറ്റി വരുന്നു. എല്ലാവരുടെയും ഡിമാൻഡ് മീറ്റ് ചെയ്യാനുള്ള റിസോഴ്സസ് നമ്മൾക്ക് മാർക്കറ്റിൽ ഇല്ലാതെ വരുന്നു. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ എന്താ പറ്റുന്നത്? ഉള്ള ഇൻപുട്ടിന് അല്ലെങ്കിൽ ഉള്ള റിസോഴ്സസിന് ഡിമാൻഡ് കൂടുന്നു. ശരിയല്ലേ? നമ്മൾക്ക് എല്ലാവരുടെയും ഡിമാൻഡ് മീറ്റ് ചെയ്യാനുള്ള റിസോഴ്സസ് നമ്മൾക്ക് സപ്ലൈ ചെയ്യാൻ പറ്റാതെ വരുന്നു. അപ്പോൾ ഉള്ള റിസോഴ്സസിന് ഉള്ള ഇൻപുട്ട് എന്താണോ അതിന് അവൈലബിൾ ആയിട്ടുള്ള ഇൻപുട്ടിൻ്റെ പ്രൈസ് കൂടുന്നു. ഇനി ഇൻപുട്ടിൻ്റെ പ്രൈസ് കൂടുന്നതനുസരിച്ച് നമ്മളുടെ ഔട്ട്പുട്ടിൻ്റെ പ്രൈസും കൂടും. ശരിയല്ലേ? നിങ്ങൾ നോർമലി ഇപ്പോൾ നിങ്ങളൊരു പേന മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണെന്ന് വിചാരിക്കുക, എക്സാമ്പിൾ. നിങ്ങൾ ആ പേന മാനുഫാക്ചർ ചെയ്യേണ്ട ആവശ്യമായ സാധനങ്ങൾക്കെല്ലാം കൂടെ നിങ്ങൾക്ക് കോസ്റ്റ് ഒരു 3 രൂപ വരുന്നുണ്ടെന്ന് വിചാരിക്കുക. ആ 3 രൂപ കോസ്റ്റും ഒരു 2 രൂപ ബാക്കി അത് മാനുഫാക്ചർ ചെയ്യാനുള്ള എക്സ്പെൻസും ട്രാൻസ്പോർട്ടേഷനും എല്ലാം കൂടി കൂട്ടി ഒരു 2 രൂപ കൂടി കൂട്ടി അങ്ങനെ ടോട്ടൽ കോസ്റ്റ് നിങ്ങൾക്ക് 5 റുപ്പീസ് വരുന്നുണ്ട്. നിങ്ങൾ 5 റുപ്പീസ് ഒരു പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്തിട്ട് 10 റുപ്പീസിനാണ് ആ പേന സെല്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇൻപുട്ട് ഐറ്റംസിൻ്റെ കോസ്റ്റ് കൂടിയതുകൊണ്ട് നേരത്തെ നിങ്ങൾക്ക് 3 രൂപ ചിലവായിക്കൊണ്ടിരുന്ന ഐറ്റത്തിന് ഇപ്പോൾ കോസ്റ്റ് കൂടി. ഇപ്പോൾ അതിന് നിങ്ങൾ 7 രൂപ കൊടുക്കണം വാല്യൂ. അപ്പോൾ 7 രൂപ നിങ്ങൾ ഐറ്റത്തിന് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ബാക്കി നിങ്ങളുടെ എക്സ്പെൻസും എല്ലാം കൂടെ ചേർത്തിട്ട് നിങ്ങൾക്കിപ്പോൾ 10 രൂപയ്ക്ക് സെല്ല് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അത് നിങ്ങൾക്ക് നഷ്ടമാവും. ശരിയല്ലേ? അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസും കൂട്ടും. ഇപ്പോൾ 10 രൂപയ്ക്ക് നേരത്തെ വിറ്റിരുന്നത് 15 രൂപയോ അല്ലെങ്കിൽ 20 രൂപയോ ആക്കും നിങ്ങൾ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ്. ഇപ്പോൾ 15 രൂപയാക്കുവാണെങ്കിൽ നേരത്തെ 10 രൂപയ്ക്ക് വിറ്റ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഇപ്പോൾ 15 രൂപയായി. അപ്പോൾ അതുപോലെ തന്നെ നമ്മളുടെ ഇൻപുട്ടിൻ്റെ റേറ്റ് കൂടുമ്പോൾ നോർമലി നമ്മളുടെ ഔട്ട്പുട്ടിൻ്റെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സിൻ്റെ റേറ്റ് അതുപോലെ തന്നെ കൂടും. അപ്പോൾ നമ്മളുടെ പ്രൊഡക്ട്സിൻ്റെ പ്രൈസ് കൂടി വരുമ്പോൾ എന്താണ്? പല പ്രൊഡക്ട്സിൻ്റെ ഇപ്പം കസ്റ്റമേഴ്സ് യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സിൻ്റെയൊക്കെ പ്രൈസ് കൂടി വരുമ്പോൾ നമ്മളുടെ കോസ്റ്റ് ഓഫ് ലിവിങ് കൂടും. കാരണം നേരത്തെ നമ്മൾ 10 രൂപ കൊടുത്ത് വാങ്ങിച്ച സാധനം ഇപ്പം നമ്മൾക്ക് 10 രൂപയ്ക്ക് കിട്ടില്ല. നമ്മൾ 15 രൂപയോ 20 രൂപയോ കൊടുക്കണം. അപ്പം അങ്ങനെ പല ഐറ്റത്തിൻ്റെ റേറ്റ് കൂടുമ്പോൾ നമ്മളുടെ കോസ്റ്റ് ഓഫ് ലിവിങ് കൂടുന്നു. നേരത്തെ ഇപ്പോൾ ഒരു 10,000 റുപ്പീസിന് നമുക്ക് ഫുൾ എക്സ്പെൻസ് ഒരു ഫാമിലിക്ക് മീറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ നമ്മളുടെ പ്രൊഡക്ട്സിൻ്റെ റേറ്റ് കൂടിയപ്പോൾ ഇപ്പോൾ 10,000 റുപ്പീസ് പറ്റുന്നില്ല. ചിലപ്പോൾ 20,000 വേണ്ടി വരുന്നു. അപ്പോൾ നേരത്തെ എനിക്ക് കിട്ടുന്ന ഇൻകം 20,000 ആയിരുന്നു. അപ്പോൾ ഞാൻ അതിൽ നിന്ന് 10,000 എൻ്റെ എക്സ്പെൻസൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി 10,000 സ്പെൻഡിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുമായിരുന്നു. എനിക്കിഷ്ടമുള്ള ഗുഡ്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെയുള്ള ഐറ്റത്തിന് ഞാൻ യൂസ് ചെയ്യുമായിരുന്നു പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ചിലപ്പോൾ എന്തെങ്കിലും പ്രൊഡക്ട്സ് വാങ്ങിക്കാനായിരിക്കും, അല്ലെങ്കിൽ വീട് വാങ്ങിക്കാൻ വേണ്ടി എന്തെങ്കിലും ലോൺ എടുത്തിട്ട് വീട് വാങ്ങിച്ചിട്ട് അത് റീപേ ചെയ്യാനോ, അല്ലെങ്കിൽ വീട് വാങ്ങിക്കാൻ വേണ്ടിയോ വീട് പണിയാൻ വേണ്ടിയോ, അങ്ങനെ എൻ്റെ ഇൻകം ഞാൻ കാറ് വാങ്ങിക്കാനോ അങ്ങനെ ലക്ഷറീസിന് വേണ്ടിയോ അങ്ങനെ പല പർപ്പസിന് ഞാൻ യൂസ് ചെയ്യുമായിരുന്നു. ബട്ട് ഇപ്പോൾ എനിക്ക് അങ്ങനെ ഇൻകം കിട്ടുന്നില്ല. 20,000 കിട്ടുമെങ്കിലും ആ 20,000 കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻക്രീസ് ആയതുകൊണ്ട് അതെനിക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു. സോ എൻ്റെ ലക്ഷറീസിനോ അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള സാധനം വാങ്ങിക്കാൻ എനിക്കധികം ക്യാഷ് കിട്ടുന്നില്ല. അപ്പോൾ ഫിക്സഡ് ഇൻകം ഏണേഴ്സിന് അതൊരു സ്ട്രെയിൻ ആവുന്നു. കാരണം അവർക്ക് അധികം എമൗണ്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസ് വരുമ്പോൾ എന്ത് ചെയ്യും? കൺസ്യൂമേഴ്സ് നോർമലി അവരുടെ എക്സ്പെൻഡിച്ചർ, അവരുടെ സ്പെൻഡിങ് കുറയ്ക്കും. ഇപ്പോൾ വീട് വാങ്ങിക്കലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്യൂറബിൾ ഗുഡ്സ് വാങ്ങിക്കലോ, ഇപ്പോൾ ടിവിയോ ഫ്രിഡ്ജോ അങ്ങനെ എന്തെങ്കിലും സാധനം വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ കാറ് വാങ്ങിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺസ്യൂമേഴ്സ് കുറയ്ക്കും. കാരണം അവർക്ക് അത്രയും സ്പെൻഡ് ചെയ്യാനുള്ള ക്യാഷ് അവർക്ക് കിട്ടുന്നില്ല, അത്രയും ബാലൻസ് അവരുടെ കയ്യിൽ എമൗണ്ട് വരുന്നില്ല. അപ്പോൾ അവരുടെ സ്പെൻഡിങ് കുറയ്ക്കും. സ്പെൻഡിങ് കുറയുന്നതനുസരിച്ച് എന്താണ്? ഡിമാൻഡ് കുറയുവാണ്. ശരിയല്ലേ? നേരത്തെ ഇതിന് മുമ്പത്തെ ഫേസിൽ എന്തായിരുന്നു? ഡിമാൻഡ് ഒത്തിരി കൂടുതലായിരുന്നു. ഡിമാൻഡ് അനുസരിച്ച് എത്ര പ്രൊഡ്യൂസ് ചെയ്താലും വാങ്ങിക്കാൻ ആളുകളുണ്ടായിരുന്നു, എല്ലാവരുടെയും കയ്യിൽ ഇൻകം ഉണ്ടായിരുന്നു. സോ ഡിമാൻഡ് കൂടി. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഈ ഫേസ് എത്തിയപ്പം ആളുകളുടെ പതുക്കെ കയ്യിൽ നിന്ന് ഇൻകം കോസ്റ്റ് ഓഫ് ലിവിങ് കൂടിയത് കൊണ്ട് തന്നെ ആളുകളുടെ കയ്യിൽ അധികം സ്പെൻഡ് ചെയ്യാനുള്ള ഇൻകം ഇല്ല, സ്പെൻഡ് ചെയ്യാൻ എമൗണ്ട് ബാലൻസ് വരുന്നില്ല. സോ ഡിമാൻഡ്, പ്രൊഡക്ട്സിനുള്ള ഡിമാൻഡ് പതുക്കെ കുറയുവാണ്. അപ്പോൾ ഇത് എക്സ്പാൻഷൻ പീരീഡിൻ്റെ എൻഡ് ആയിട്ട് വരുവാണ് ഈ ഡിമാൻഡ് കുറഞ്ഞു വരുന്നത്. ഇനി എക്കണോമിക് ഗ്രോത്ത്. നേരത്തെ നമ്മൾ എക്സ്പാൻഷൻ പീരീഡിൽ ഗ്രോ ചെയ്ത് പതുക്കെ അപ് ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു.
അപ്പോൾ ഈ പീക്ക് പോയിന്റ് എത്തുമ്പോൾ ആപ് ട്രെൻഡ് ഏകദേശം ഗ്രോത്തിൻ്റെ അപ് ട്രെൻഡ് ഏകദേശം സ്റ്റെബിലൈസ് ആവുന്നു. അത് കുറച്ച് പീരീഡിൽ ആ പീക്കിൽ നിൽക്കുന്നു. ദെൻ പതുക്കെ അത് റിവേഴ്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ തുടങ്ങുന്നു. അതായത് ഇത്രയും നാൾ നമ്മൾ എക്സ്പാൻഷൻ പീരീഡിലായിരുന്നു, പതുക്കെ അപ് ട്രെൻഡിലായിരുന്നു, പീക്ക് പൊസിഷനിലെത്തി. പീക്ക് പൊസിഷനിൽ നിന്ന് പതുക്കെ താഴേക്ക് വരാനായിട്ട് തുടങ്ങുന്നു. ആ പോയിന്റിനെ നമ്മൾ പറയുന്നതാണ്, ആ ഫേസിനെ നമ്മൾ പറയുന്നതാണ് കോൺട്രാക്ഷൻ. ആദ്യം എക്സ്പാൻഷൻ ആയിരുന്നു. എക്സ്പാൻഷനിൽ നമ്മൾ കയറി, നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ വെച്ചാണെങ്കിൽ പതുക്കെ നമ്മൾ മല കയറിയ പോലെ കയറി മേളിലെത്തി, പീക്ക് പോയിന്റിലെത്തി. പീക്ക് പോയിന്റിൽ നിന്ന് നമ്മൾ പതുക്കെ താഴേക്ക് ഇറങ്ങുവാണ്. ആ താഴോട്ടുള്ള ഫേസിനെയാണ് നമ്മൾ കോൺട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പം ഇതിൽ കോൺട്രാക്ഷൻ വരുന്നത് ഏത് ഫേസാണ് നമ്മളുടേത്? ഈ ഫേസാണ് നമ്മൾ കോൺട്രാക്ഷൻ പറയുന്നത്. മേളിൽ നിന്ന് പതുക്കെ താഴത്തേക്ക് വരുന്ന ഫേസ്. കോൺട്രാക്ഷനിൽ എന്താ ചെയ്യുന്നത്, എന്താ പറ്റുന്നത്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് എന്താണ്? കോൺട്രാക്ഷനിൽ എംപ്ലോയ്മെൻറ്റ് കുറയുന്നു. കാരണം ഇപ്പോൾ ബിസിനസ് ഫേംസ് നമ്മൾ പറഞ്ഞു ഡിമാൻഡ് കുറഞ്ഞു വരുന്നു, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് അധികം ആരും മേടിക്കാനില്ല, മീൻസ് എല്ലാവരുടെയും കയ്യിൽ അത്രയ്ക്കുള്ള ക്യാഷ് ഇല്ല. സോ സ്പെൻഡ് ചെയ്യുന്നില്ല. നമ്മൾ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചിട്ട് കാര്യമില്ലല്ലോ. സോ അതുകൊണ്ട് തന്നെ പ്രൊഡ്യൂസേഴ്സ് അവർ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ക്വാണ്ടിറ്റി കുറയ്ക്കുന്നു. അപ്പം നേരത്തെ 1000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി എനിക്ക് 10 എംപ്ലോയീസിനെ വേണമായിരുന്നു എന്ന് വെച്ചോ എൻ്റെ ബിസിനസ്സിൽ. പക്ഷേ ഇപ്പോൾ 1000 യൂണിറ്റ്സ് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യേണ്ട, എനിക്ക് 100 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്താൽ മതി. കാരണം 1000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്താൽ അത് മേടിക്കാൻ ആളില്ല. അപ്പോൾ 100 യൂണിറ്റ് മതി എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ബാക്കി 9 ജോലിക്കാരെ കട്ട് ചെയ്യും. എനിക്ക് ഒരാൾ മതി 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ. സോ ബാക്കി 9 പേരെ ഞാൻ കട്ട് ചെയ്യും. അങ്ങനെ വരുമ്പോൾ എംപ്ലോയ്മെൻറ്റ് കുറയുന്നു. ഒന്നുകിൽ ഈ ബാക്കി 9 പേരുടെ സാലറി ഞാൻ കട്ട് ചെയ്യും. ഇപ്പം ഞാൻ അവർക്ക് ഡെയിലി 500 രൂപയാണ് കൊടുക്കുന്നതെങ്കിൽ ഞാൻ അവർക്ക് പാർട്ട് ടൈം വല്ലതും ജോലി കൊടുത്തിട്ട് അത് 250 രൂപ 200 രൂപ അങ്ങനെ എന്തെങ്കിലും ആക്കും. അപ്പോൾ ഒന്നുകിൽ അവർക്ക് കിട്ടുന്ന ഇൻകം കുറയുന്നു, അല്ലെങ്കിൽ അവരുടെ ജോലി തന്നെ പോകുന്നു, ഒരു അൺഎംപ്ലോയ്മെൻറ്റ് എന്നുള്ള രീതിയിലേക്ക് അവർക്ക് വരുന്നു. അപ്പോൾ ബിസിനസ് ഫേംസ് ഇൻവെസ്റ്റ് ചെയ്യില്ല കൂടുതൽ, കാരണം അവരുടെ ബിസിനസ് ഗ്രോ ചെയ്യുന്നില്ല, കൂടുതൽ പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ അവർ കൂടുതൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യില്ല. ഇനിയൊരു ഹയർ ലെവൽ ഓഫ് ഡിമാൻഡ് ഉടനെ വരുമെന്ന് അവർ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് കയ്യിലുള്ള എമൗണ്ടും കൂടി വെറുതെ ഇൻവെസ്റ്റ് ചെയ്ത് വച്ചിട്ട് ഡെഡ് സ്റ്റോക്കായിട്ട് വെച്ചിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് അവർ ഇൻവെസ്റ്റ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ അവർ എക്സിസ്റ്റിംഗ് പ്രൊഡക്ഷൻ എന്താണോ അത് കീപ്പ് ചെയ്ത് പോവുകയുള്ളൂ, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ഗുഡ്സ് എന്താണോ അത് കീപ്പ് ചെയ്ത് പോകല്ലാതെ കൂടുതൽ എമൗണ്ട് സ്പെൻഡ് ചെയ്ത് നമ്മളുടെ എക്സ്പാൻഷൻ പീരീഡിലെ പോലെ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കൂടുതൽ ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പ്രൊഡ്യൂസേഴ്സ് ശ്രമിക്കില്ല. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്താ പറ്റുന്നത്, നമ്മളുടെ ഡിമാൻഡും സപ്ലൈയും തമ്മിൽ ഒരു മിസ്മാച്ച് വരുന്നു. സപ്ലൈ ഒത്തിരി കൂടുതലുണ്ട്, ബട്ട് ഡിമാൻഡ് അത്രയില്ല. കാരണം എന്താണ്, ആളുകളുടെ കയ്യിൽ അത്രയ്ക്ക് ക്യാഷ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചെങ്കിലും, അല്ലെങ്കിൽ ഗുഡ്സ് മാർക്കറ്റിലുണ്ടെങ്കിലും അതെല്ലാം വാങ്ങിക്കാൻ ആളുകൾ റെഡിയല്ല. ബിക്കോസ് അവരുടെ കയ്യിൽ ഇൻകം ഇല്ല, അതിനെല്ലാം സ്പെൻഡ് ചെയ്യാനുള്ള ഇൻകം ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സപ്ലൈ കൂടുതലാണ്, ബട്ട് ഡിമാൻഡ് അത്രയും ഇല്ല. അപ്പോൾ ആദ്യം ഇത് സ്റ്റാർട്ട് ചെയ്ത് വരുമ്പോൾ പതുക്കെ ചില സെക്ടേഴ്സിൽ മാത്രമാണ് ഇത് സ്റ്റാർട്ട് ചെയ്ത് വരുന്നത്. പിന്നെ പതുക്കെ ബാക്കി സെക്ടേഴ്സിലേക്കും കൂടെ ഇത് സ്പ്രെഡ് ചെയ്യുന്നു. കാരണം നമ്മുടെ ഇൻഡസ്ട്രീസൊക്കെ ഇൻ്റർ കണക്റ്റഡ് ആണല്ലോ ഏതെങ്കിലും രീതിയിൽ. ഇപ്പോൾ മെഷീൻ ഇൻഡസ്ട്രി, മെഷീൻസ് അധികം യൂസ് ചെയ്യുന്നില്ലെങ്കിൽ മെഷീൻ പാർട്സ് ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രിക്ക് അധികം സെയിൽ വരില്ല. മെഷീൻ അധികം വർക്ക് ചെയ്യുമ്പോഴല്ലേ മെഷീൻ പാർട്സിന് സെയിൽ വരുന്നത്. അപ്പോൾ മെഷീൻ വർക്ക് ചെയ്യണമെങ്കിൽ അതിന് ആ മെഷീൻ വർക്ക് ചെയ്യാനുള്ള റോ മെറ്റീരിയൽസ് എന്തെങ്കിലും കിട്ടണം, പ്രൊഡക്ഷൻ നടക്കണം. അപ്പോൾ അങ്ങനെ എല്ലാം കണക്റ്റഡ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ആദ്യം ഇത് ചില സെക്ടറിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, പിന്നെ പതുക്കെ ബാക്കി സെക്ടേഴ്സിലേക്കും ഈ കോൺട്രാക്ഷൻ പീരീഡ് സ്പ്രെഡ് ആവുന്നു. ഇനി നമ്മൾ ഈ പീരീഡിൽ പറഞ്ഞു നേരത്തെ പ്രൊഡ്യൂസ് ചെയ്ത എക്സസ് സ്റ്റോക്കാണ്, സപ്ലൈ കൂടുതലാണ്, ഡിമാൻഡ് അത്രയും ഇല്ല എന്ന്. അപ്പോൾ ഓൾറെഡി തന്നെ എക്സസ് സ്റ്റോക്ക് കിടക്കുന്നത് കൊണ്ട് പ്രൊഡ്യൂസേഴ്സ് പിന്നെ വേറെ അധികം ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുമോ? ഇല്ല. അപ്പോൾ ഇനി അധികം ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ അവർ പ്ലാൻ ചെയ്യാത്ത കൊണ്ട് തന്നെ അവർ ഇൻപുട്സ് അധികം വാങ്ങിക്കില്ല. ഇൻപുട്സിന് അവരെന്തെങ്കിലും ഓർഡർ കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അവർ ആ ഓർഡർ ക്യാൻസൽ ചെയ്യും. കൂടുതൽ ഇൻപുട്സ് അവർ വാങ്ങിക്കില്ല, കൂടുതൽ ആളുകളെ ജോലിക്ക് എടുക്കില്ല. ഉള്ള ആളുകളെ തന്നെ ജോലിയിൽ നിന്ന് കട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ എമൗണ്ട് കുറച്ച് കൊടുക്കാനൊക്കെ പ്രൊഡ്യൂസേഴ്സ് നോക്കുകയുള്ളൂ. കാരണം അല്ലെങ്കിൽ അവർക്ക് എക്സസ് കോസ്റ്റ് വന്നുകൊണ്ടിരിക്കും. വെറുതെ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഒരു കാര്യമില്ലല്ലോ. അപ്പോൾ പ്രൊഡ്യൂസേഴ്സ് ഇൻപുട്സ് എവിടെ നിന്നാണോ ബൈ ചെയ്യുന്നത് ആ ഇൻപുട്സിനുള്ള ഓർഡേഴ്സ് ക്യാൻസൽ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇൻപുട്സ് ബൈ ചെയ്യാതിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ എന്താ, ഇൻപുട്ട് മാർക്കറ്റ് ഉണ്ടല്ലോ, ഇവർക്ക് ഇൻപുട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരാളുകളുണ്ടല്ലോ. അങ്ങനെയുള്ള ആ ഇൻപുട്ട് മാർക്കറ്റിലുള്ള പ്രൊഡ്യൂസേഴ്സിന് അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന
ആളുകൾക്ക് ഇപ്പോൾ മെഷീൻ ടൂൾസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന അങ്ങനെയുള്ള മെഷീൻ ടൂൾസ്, മെഷീൻ പാർട്സ് അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് അതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുകയോ പ്രൊവൈഡ് ചെയ്യുകയോ ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ ഓർഡേഴ്സും കട്ട് ചെയ്യും, അവരുടെ പ്രൊഡക്ഷനും അവർ കട്ട് ചെയ്യും, അവരുടെ ഓർഡേഴ്സും അവർ കട്ട് ചെയ്യും. കാരണം അവർ ഗുഡ്സ് കൂടുതൽ എടുത്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചിട്ടോ അവർക്ക് ഗുണമില്ല, അത് മേടിക്കാൻ ആളില്ല. അവർ വിറ്റുകൊണ്ടിരുന്ന ആൾക്കാർ അവരോടിപ്പോൾ ഗുഡ്സ് ഒന്നും വേണ്ട, ഞങ്ങളുടെ ഓർഡർ ക്യാൻസൽ ചെയ്തു എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ ഇവരുടെ ഓർഡേഴ്സും ഇവർ ക്യാൻസൽ ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പതുക്കെ റിസഷൻ പീരീഡ് സ്റ്റാർട്ട് ചെയ്യും. കാരണം ഓരോ സെക്ടേഴ്സായിട്ട് അവരുടെ ഓർഡേഴ്സ് കട്ട് ചെയ്യുവാണ്, കൂടുതൽ പ്രൊഡക്ഷൻ നടക്കുന്നില്ല, കൂടുതൽ സെയിൽ നടക്കുന്നില്ല, ഉള്ള പ്രൊഡക്ട്സിന് ഡിമാൻഡില്ല. അപ്പോൾ അങ്ങനെയെല്ലാം വരുമ്പോൾ റിസഷൻ പീരീഡ് പതുക്കെ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇനി എന്താ സംഭവിക്കുന്നത്, നമ്മളുടെ ഇൻപുട്സിനുള്ള ഡിമാൻഡ്, അതായത് നമ്മളുടെ ഇൻപുട്സ് നമ്മളിപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു, ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഇൻപുട്സിനുള്ള ഡിമാൻഡ് ഡിക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഇൻപുട്ടിൻ്റെ പ്രൈസും കുറഞ്ഞുകൊണ്ടിരിക്കും. കാരണം അതിന് ആർക്കും ഡിമാൻഡില്ല, സോ ആളുകൾക്ക് ആ ഐറ്റം വേണ്ട, ഇപ്പോൾ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രൈസും കുറയും. ഇനി നമ്മൾ പറഞ്ഞു അൺഎംപ്ലോയ്മെൻറ്റ് കൂടി, ആളുകളുടെ ഇൻകം കുറച്ചു. ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതനുസരിച്ച് തന്നെ നമ്മളുടെ ഇപ്പോൾ ഞാനാണ് ഒരു എംപ്ലോയി അല്ലെങ്കിൽ പ്രൊഡ്യൂസർ എങ്കിൽ എൻ്റെ സ്റ്റാഫിനെ ഒന്നുകിൽ ഞാൻ സ്റ്റാഫിനെ കട്ട് ചെയ്യും, അല്ലെങ്കിൽ ഉള്ള സ്റ്റാഫിന് എമൗണ്ട് കുറയ്ക്കും. അവർക്ക് കൊടുക്കുന്ന വേജസ് അവരെ പാർട്ട് ടൈം വേജസോ അങ്ങനെ എന്തെങ്കിലും ആക്കിയിട്ട് ആ വേജസ് കുറയ്ക്കുന്നു. കാരണം എനിക്ക് ഇൻകം കിട്ടുന്നില്ല, പിന്നെ ഞാൻ എങ്ങനെയാണ് എംപ്ലോയീസിന് അധികം എമൗണ്ട് പേ ചെയ്യുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മളുടെ ഇൻകം കുറയുന്നു. ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സിൻ്റെ ആണെങ്കിലും കൺസ്യൂമേഴ്സിന് എംപ്ലോയീസിന് കിട്ടുന്നതാണെങ്കിലും എല്ലാവരുടെയും ഇൻകം കുറയുന്നു, പ്രോഫിറ്റ് കുറയുന്നു. അതനുസരിച്ച് ഗുഡ്സ് ആൻഡ് സർവീസസിനുള്ള ഡിമാൻഡും പിന്നെയും കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ പ്രൊഡ്യൂസേഴ്സ് എന്ത് ചെയ്യും, അവരുടെ ഗുഡ്സ് ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ എൻ്റെ ഗുഡ്സ് ഒരു 200 രൂപയ്ക്കാണ് സെല്ല് ചെയ്യുന്നതെന്ന് വയ്ക്കുക. 100 രൂപ എൻ്റെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കോസ്റ്റ്, ബാക്കി ഒരു 100 രൂപ പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്തിട്ട് ഞാൻ 200 രൂപയ്ക്കാണ് എൻ്റെ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുന്നത്. 200 രൂപയ്ക്ക് ഞാൻ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാനിട്ടിട്ട് ആരും മേടിക്കാനില്ല, പ്രൊഡക്റ്റ് ഡെഡ് സ്റ്റോക്കായിട്ട് കെട്ടിക്കിടക്കുവാണ്, ആർക്കും വേണ്ട. സോ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കുറച്ചിടും. ഇപ്പോൾ ഇടയ്ക്ക് നിങ്ങൾ വഴിയിലൊക്കെ കാണാറില്ലേ ഡിസ്കൗണ്ട് സെയിൽ, സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് കടകളിൽ ബോർഡ് വെച്ചേക്കുന്നത്. അപ്പോൾ അതുപോലെ ഞാൻ എൻ്റെ പ്രൊഡക്റ്റിന് ഡിസ്കൗണ്ടോ അങ്ങനെ എന്തെങ്കിലും ഓഫേഴ്സൊക്കെ ഇട്ടിട്ട് പ്രൊഡക്ട്സ് മാക്സിമം സെല്ല് ചെയ്യാൻ നോക്കും. കാരണം എന്താണ്, ഞാൻ മുടക്കി ക്യാഷ് കിട്ടുന്നില്ല, എനിക്ക് ലിക്വിഡിറ്റി ഇല്ല, എൻ്റെ കയ്യിൽ ലിക്വിഡ് ക്യാഷ് വരുന്നില്ല. അപ്പോൾ എനിക്ക് ഫിനാൻഷ്യൽ ക്രൈസിസ് വരും, അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഞാൻ മീറ്റ് ചെയ്യേണ്ട എക്സ്പെൻസസ് ഒക്കെ, ഒരു പ്രൊഡ്യൂസർ എന്നുള്ള നിലയിൽ എനിക്കും കുറേ ബാധ്യതകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ ഇതൊക്കെ മീറ്റ് ചെയ്യേണ്ടേ. ഇപ്പോൾ ഞാൻ ഗുഡ്സ് മേടിച്ച ആളുകൾക്ക് ഞാൻ പേ ചെയ്യണം, ഞാൻ റോ മെറ്റീരിയൽസ് എവിടെ നിന്നാണോ പർച്ചേസ് ചെയ്തത് അവർക്ക് ഞാൻ പേയ്മെൻറ്റ് കൊടുക്കാനുണ്ട്. അങ്ങനെ എനിക്കും കുറേ ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻസ് ഉണ്ടല്ലോ. അപ്പോൾ സ്റ്റോക്ക് ഡെഡ് സ്റ്റോക്കായിട്ട് കിടന്നുകൊണ്ട് എനിക്ക് ബെനിഫിറ്റ് ഇല്ല. സോ അതുകൊണ്ട് ഞാൻ എൻ്റെ ഗുഡ്സിൻ്റെ പ്രൈസ് കുറച്ച് കട്ട് ചെയ്തിട്ട് എൻ്റെ പ്രോഫിറ്റിൻ്റെ റേറ്റോ, അല്ലെങ്കിൽ ഇപ്പോൾ 100 റുപ്പീസ് പ്രോഫിറ്റ് എടുക്കുന്നതിന് വരെ ഒരു 50 റുപ്പീസ് മതി, അല്ലെങ്കിൽ ഒരു 40 റുപ്പീസ് പ്രോഫിറ്റ് മതി എന്നുള്ള രീതിയിൽ ഞാനത് കട്ട് ചെയ്തിട്ട് എൻ്റെ പ്രൊഡക്റ്റ് എങ്ങനെയെങ്കിലും സെല്ല് ചെയ്ത് തീർക്കാൻ നോക്കുന്നു. ഡിസ്കൗണ്ട് ഇട്ടിട്ടോ റേറ്റ് കട്ട് ചെയ്തിട്ടോ ഒക്കെ എത്രയും പെട്ടെന്ന് സ്റ്റോക്ക് വിറ്റ് തീർക്കാനായിട്ട് ഞാൻ നോക്കുന്നു. ഇനി അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും അവരുടെ ഇൻവെൻട്രീസ് എങ്ങനെയെങ്കിലും അവർ വിൽക്കാൻ നോക്കുന്നു. അപ്പോൾ റേറ്റ് ഇങ്ങനെ കുറച്ച് അപ്പോൾ ഞാനിപ്പോൾ ഒരു 50 രൂപ കുറച്ചു, 200 രൂപയ്ക്ക് വിറ്റിരുന്ന സാധനം ഞാൻ 150 രൂപയ്ക്ക് വിൽക്കാൻ വെച്ചു. എന്നിട്ടും എൻ്റെ സ്റ്റോക്ക് എല്ലാം സെല്ല് ചെയ്ത് പോകുന്നില്ല. അപ്പോൾ ഞാനൊന്നൊരു 140 ആക്കി, പിന്നെ എന്തെങ്കിലും ഓഫർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 140 രൂപയാക്കി. അപ്പോൾ അപ്പോഴും കുറച്ചേ സെല്ലാവുന്നുള്ളൂ, അധികം കാര്യമായിട്ട് സെല്ലാവുന്നില്ല. സോ ഞാനെന്നാൽ ഒരു 130 വെച്ച് നോക്കി, പിന്നെ എൻ്റെ പ്രോഫിറ്റിൽ നിന്ന് കട്ട് ചെയ്ത് 130 വെച്ച് നോക്കി. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ കൺസ്യൂമേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്, ഓക്കെ പ്രൈസ് കുറഞ്ഞു വരുന്നുണ്ട്, അപ്പോൾ ഇനിയും ഫ്യൂച്ചറിൽ കുറച്ചും കൂടെ കുറയാൻ സാധ്യതയുണ്ട്. ആദ്യം 200 രൂപയ്ക്ക് വിറ്റിരുന്ന പ്രൊഡക്റ്റാണ്, പിന്നെ അത് 150 ആക്കി, പിന്നെ 140 ആക്കി, പിന്നെ 130 ആക്കി. അപ്പോൾ കുറച്ച് നാളും കൂടെ വെയിറ്റ് ചെയ്താൽ ഈ സെയിം പ്രൊഡക്റ്റ് തന്നെ കുറേയും കൂടെ വില കുറച്ച് കിട്ടും. കാരണം മാർക്കറ്റിൽ അത്ര ഡിമാൻഡില്ല, അത്ര ആവശ്യക്കാരില്ല. സോ ഇതിൻ്റെ വില കുറയുന്നുണ്ട്. അപ്പോൾ കുറച്ച് നാളുകൂടെ വെയിറ്റ് ചെയ്യാം, എൻ്റെ പർച്ചേസ് ഫ്യൂച്ചറിലേക്ക് പോസ്റ്റ്പോൺ ചെയ്യാം. അങ്ങനെ കൺസ്യൂമേഴ്സ് അവരുടെ പർച്ചേസ് ഫ്യൂച്ചറിലേക്ക് പോസ്റ്റ്പോൺ ചെയ്യുന്നു. കാരണം എന്താണ്, ഫ്യൂച്ചറിൽ ഇനി കുറേയും കൂടെ വില കുറയുമെന്നാണ് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ കൺസ്യൂമേഴ്സ് അവരുടെ സ്പെൻഡിങ് പോസ്റ്റ്പോൺ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അവർ സ്പെൻഡ് ചെയ്യാതെ വരുമ്പോൾ എന്താ പറ്റുന്നത്, ഡിമാൻഡ് പിന്നെയും കുറയുന്നു. ശരിയല്ലേ, ആദ്യം ഡിമാൻഡ് കുറഞ്ഞു, നമ്മൾ റേറ്റ് കുറച്ചൊക്കെ നോക്കി, റേറ്റ് കുറച്ച് നോക്കുമ്പോൾ കൺസ്യൂമേഴ്സ് വിചാരിക്കുന്നത് എന്താണ്, ഇനിയും റേറ്റ് കുറയും, സോ കുറച്ച് നാളും കൂടെ വെയിറ്റ് ചെയ്യാം, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് മേടിച്ചാൽ മതി. അപ്പം അങ്ങനെ കൺസ്യൂമേഴ്സ് അവരുടെ പർച്ചേസ് പോസ്റ്റ്പോൺ ചെയ്യുമ്പോൾ, അവരുടെ സ്പെൻഡിങ് പോസ്റ്റ്പോൺ ചെയ്യുമ്പോൾ ഡിമാൻഡ് പിന്നെയും കുറയുവാണ്. ഡിമാൻഡ് കുറയുന്നതനുസരിച്ച്
പ്രൊഡക്റ്റിൻ്റെ പ്രൈസും പിന്നെയും താഴേക്ക് വരുന്നു, പ്രൈസ് പിന്നെയും കുറയുന്നു. സോ ഇത് നമ്മളുടെ ഡിമാൻഡും സപ്ലൈയും തമ്മിലുള്ള ഡിസ്ക്രീപ്പൻസി, അത് തമ്മിലുള്ള ഗ്യാപ്പ് പിന്നെയും കൂട്ടുവാണ്. നേരത്തെ കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നു, ഇപ്പോൾ പിന്നെയും ഡിമാൻഡ് കുറഞ്ഞു, പിന്നെയും പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കുറഞ്ഞു. സോ ഡിമാൻഡും സപ്ലൈയും തമ്മിലുള്ള ഗ്യാപ്പ് കൂടുതൽ വൈഡൻ ആവുകയാണ്. ഇനി ഇങ്ങനത്തെ കേസിൽ ബിസിനസ് ഫേംസ് അവരൊരു പെസിമിസ്റ്റിക് സ്റ്റേജിലേക്ക് വരും. കാരണം ഇനി ഫ്യൂച്ചറിൽ ഗ്രോത്ത് ഉണ്ടാവും തോന്നുന്നില്ല, ഈ അടുത്തൊന്നും ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നൊരു ട്രെൻഡ് കാണുന്നില്ല. കാരണം കണ്ടിന്യൂസ് താഴത്തേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുവാണ്, ബിസിനസ്സിലൊരു ഡെവലപ്മെൻറ്റ് കാണുന്നില്ല. സോ അതുകൊണ്ട് തന്നെ അവരുടെ കോൺഫിഡൻസ്, ബിസിനസ് ഫേംസിൻ്റെ കോൺഫിഡൻസ് ലോ ആയിരിക്കും. അതുപോലെ തന്നെ ആ ബിസിനസ്സിൻ്റെ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിൻ്റെ കോൺഫിഡൻസും ലോ ആയിരിക്കും. കാരണം ആ ബിസിനസ് ഫേം അധികം പ്രോഫിറ്റ് കാണിക്കുന്നില്ല. നേരത്തെ സ്റ്റേജിൽ, നമ്മുടെ എക്സ്പാൻഷൻ സ്റ്റേജിലാണെങ്കിൽ അവർക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടായിരുന്നു, ബട്ട് ഇപ്പോൾ അത്ര പ്രോഫിറ്റ് ഒന്നും ആ ബിസിനസ് ഫേമിന് വരുന്നില്ല. സോ അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സിനും അത്ര കോൺഫിഡൻസ് ഇല്ല സ്റ്റോക്സിലൊന്നും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. അതുകൊണ്ട് എന്ത് പറ്റും, നമ്മുടെ സ്റ്റോക്ക് പ്രൈസ് പതുക്കെ താഴത്തേക്ക് വരാൻ തുടങ്ങും. ഇനി നമ്മളുടെ ഈ സ്റ്റേജിൽ പ്രൊഡക്ഷൻ കുറവാണ്, സെയിൽ കുറവാണ്, റോ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്ന കുറവാണ്. ഇതെല്ലാം അൺഎംപ്ലോയ്മെൻറ്റ് കൂട്ടുന്നു. അൺഎംപ്ലോയ്മെൻറ്റ് കൂട്ടുമ്പോൾ എന്താ പറ്റുന്നത്, നമ്മളുടെ കൺസ്യൂമേഴ്സിൻ്റെ സ്പെൻഡിങ് കുറയുന്നു. അൺഎംപ്ലോയ്മെൻറ്റ് കൂടിയപ്പോൾ അവർക്ക് ഇൻകം ഇല്ല, സോ സ്പെൻഡിങ് കുറയുന്നു. ഇത് നമ്മളുടെ എക്കോണമിയെ നെഗറ്റീവായിട്ട് തന്നെ ബാധിക്കുന്നു. റിസഷൻ സ്റ്റേജിലേക്ക് എക്കോണമി പതുക്കെ താഴേക്ക് പോന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കോൺട്രാക്ഷൻ സ്റ്റേജിൽ പീക്ക് സ്റ്റേജിൽ നിന്ന് പതുക്കെ താഴേക്ക് പോന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഈ താഴത്തേക്ക് പോരുന്ന പ്രോസസ്സ്, അതായത് ഏറ്റവും താഴത്തെ ലെവലിന് നമ്മൾ ഡിപ്രഷൻ സ്റ്റേജ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഏറ്റവും താഴേക്ക് വരുന്ന ആ പ്രോസസ്സ് വന്ന് ഏതെങ്കിലും ഒരു പോയിന്റിൽ താഴെ എത്തുമല്ലോ, അതിൻ്റെ ഒരു സിവിയർ പൊസിഷൻ എത്തുമല്ലോ. നമ്മൾ നേരത്തെ മേളിലേക്ക് പോയപ്പോഴും പോയി അത് കണ്ടിന്യൂസ് അപ് ട്രെൻഡിൽ പോയിക്കൊണ്ട് ഇരിക്കുമല്ലായിരുന്നല്ലോ. ഒരു പീക്ക് പൊസിഷൻ എത്തിയപ്പോൾ അതവിടെ സ്റ്റാഗ്നൻ്റ് ലെവൽ വന്നു, പിന്നെ അവിടെ നിന്നാണ് താഴേക്ക് വരാൻ തുടങ്ങിയത്. അതുപോലെ തന്നെ ഈ കോൺട്രാക്ഷനിൽ പതുക്കെ താഴേക്ക് വന്ന് ഒരു ലെവൽ എത്തുമ്പോൾ അത് അതിൻ്റെ ഒരു അതിൻ്റെ ഒരു മാക്സിമം പൊസിഷൻ ആവും, ഒരു സിവിയർ കോൺട്രാക്ഷൻ എന്നുള്ള ലെവലിലേക്ക് വരും. അപ്പോൾ നമ്മളുടെ എക്കോണമി എങ്ങനെ വരും, അപ്പോൾ ഡിപ്രഷനിലേക്ക് നമ്മളുടെ എക്കോണമി വരും. ഈ റെസിഷൻ്റെ ഒരു സിവിയർ സ്റ്റേജ് എത്തുമ്പോൾ എക്കോണമി ഡിപ്രഷനിലേക്ക് വരുന്നു. ഡിപ്രഷൻ എന്ന് പറഞ്ഞ സ്റ്റേജ് വരുന്നത് നമ്മളുടെ ഈ താഴത്തെ പൊസിഷനാണ്. ഇതിനെയാണ് നമ്മൾ ഡിപ്രഷൻ എന്ന് പറഞ്ഞ സ്റ്റേജ് പറയുന്നത്. ഡിപ്രഷനിൽ റിസിഷൻ സിവിയർ ആണ്, നമ്മളുടെ ഗ്രോത്ത് റേറ്റ് നെഗറ്റീവിലേക്ക് വരും. കാരണം അധികം പ്രൊഡക്ഷൻ നടക്കുന്നില്ല, സോ ഗ്രോത്ത് നെഗറ്റീവാണ്. നമ്മൾ നാഷണൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്, അതിൽ ഗ്രോത്ത് ഒന്നും ഉണ്ടാകുന്നില്ല. കാരണം എന്താണ്, ഇൻകം ഇല്ല സ്പെൻഡ് ചെയ്യാനായിട്ട്, പ്രൊഡക്ഷൻ വരുന്നില്ല. സോ നാഷണൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറും താഴേക്ക് പോകും, അതും ഡിക്ലൈൻ ചെയ്യും. ഡിമാൻഡ് കൂടുതൽ കുറഞ്ഞു വരുന്നു, കാരണം ആരുടെയും കയ്യിൽ ഇൻകം ഇല്ല, അൺഎംപ്ലോയ്മെൻറ്റ് കൂടുതലാണ്. സോ ഡിമാൻഡ് കുറവാണ്, സ്പെൻഡ് ചെയ്യാൻ ആളുകളുടെ കയ്യിൽ ക്യാഷ് ഇല്ലാത്തത് കൊണ്ട് തന്നെ പ്രൊഡക്ട്സിനുള്ള ഡിമാൻഡ് കുറയുന്നു. ഡിമാൻഡ് കുറയുന്നതനുസരിച്ച് പ്രൈസും കുറയുന്നു. ശരിയല്ല, ഞാൻ 200 രൂപയ്ക്ക് പ്രൊഡക്റ്റ് സെല് ചെയ്യാനിട്ടു, അത് ആർക്കും വേണ്ട, ആരും മേടിക്കാതെ വരുമ്പോൾ ഞാൻ അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കുറച്ച് നോക്കുന്നു, 180 ഇട്ട് നോക്കുന്നു. അപ്പോൾ ആരെങ്കിലും വാങ്ങിക്കുമോ എന്ന് നോക്കുന്നു, അപ്പോഴും ആരും വാങ്ങിക്കുന്നില്ല, അല്ലെങ്കിൽ കുറച്ച് പേരെ വാങ്ങിച്ചുള്ളൂ, പിന്നെയും കണ്ടമാനം ഡെഡ് സ്റ്റോക്ക് കിടക്കുവാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, കുറച്ചുകൂടെ പ്രൈസ് കുറയ്ക്കും. അപ്പോൾ അങ്ങനെ ഡിമാൻഡ് കുറയുന്നതനുസരിച്ച് പ്രൊഡക്റ്റിൻ്റെ പ്രൈസും കുറയുന്നു. ഇനി ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കുറയുന്നു, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് കറക്റ്റായിട്ട് സെല്ല് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ വരുമ്പോൾ എന്താ, പല ഫേംസ് അല്ലെങ്കിൽ ഒത്തിരി ഫേംസ് ഷട്ട് ഡൗണിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഒന്നുകിൽ ആ ഫേം അതേപടി ഷട്ട് ഡൗൺ ചെയ്യേണ്ടി വരുന്നു, അല്ലെങ്കിൽ അവർക്ക് അവരുടെ പ്രൊഡക്ഷൻ പ്ലാന്റ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഫെസിലിറ്റീസ് ഷട്ട് ഡൗൺ ചെയ്യേണ്ടി വരുന്നു. കാരണം എനിക്കിപ്പോൾ 10 പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. ഈ 10 പ്രൊഡക്ഷൻ യൂണിറ്റിൽ ഞാൻ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടൊരു കാര്യമില്ല, ആരും മേടിക്കാനില്ല. സോ ഞാൻ ഈ 10 യൂണിറ്റ് മാനേജ് റൺ ചെയ്ത് സ്റ്റാഫിനെയൊക്കെ വെച്ച് റൺ ചെയ്തുകൊണ്ട് പോകണമെങ്കിൽ അതിനുള്ള മീറ്റ് ചെയ്യാനുള്ള എക്സ്പെൻസ് പോലും എനിക്ക് തിരിച്ച് കിട്ടുന്നില്ല. എനിക്ക് തിരിച്ച് ഇൻകമായിട്ട് ആ എക്സ്പെൻസ് കിട്ടിയാലേ എനിക്കത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ 1 lakh rupees മന്ത്ലി സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് അറ്റ്ലീസ്റ്റ് ആ 1 lakh rupees എബോവ് എങ്കിലും കിട്ടണ്ടേ, ബട്ട് അതുപോലും കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, ഞാൻ തീരുമാനിക്കും, ഓക്കെ ഈ 10 പ്രൊഡക്ഷൻ പ്ലാന്റ് വെച്ചിട്ട് കാര്യമില്ല, അതങ്ങനെ വെച്ചിട്ട് എനിക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കില്ല. അപ്പോൾ അതിലൊരു 5 എണ്ണം ഷട്ട് ഡൗൺ ചെയ്യാം, 5 പ്ലാന്റ് മതി. അപ്പം അങ്ങനെ കമ്പനീസ് അവരുടെ പ്രൊഡക്ഷൻ ഫെസിലിറ്റീസ് പതുക്കെ ഷട്ട് ഡൗൺ ചെയ്യുന്നു, അല്ലെങ്കിൽ ക്ലോസ് ചെയ്യുന്നു. ഇനി കമ്പനീസ് അവരുടെ എംപ്ലോയീസിനെ കട്ട് ചെയ്യുന്നു, എംപ്ലോയീസിനെ കുറയ്ക്കുന്നു.
അപ്പോൾ എനിക്ക് 1000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടപ്പോൾ എനിക്ക് 10 എംപ്ലോയീസ് ആണ് വേണ്ടിയിരുന്നത്. പക്ഷേ ഇപ്പോൾ 1000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടൊരു കാര്യമില്ല, ഞാൻ 100 യൂണിറ്റ്സേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. സോ അതുകൊണ്ട് എനിക്ക് ഒരാൾ മതി 100 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ. ബാക്കി 9 എംപ്ലോയീസിനെ ഞാൻ കട്ട് ചെയ്യുന്നു, ഞാൻ പറഞ്ഞു വിടുന്നു. കാരണം അവർക്ക് കൊടുക്കാനുള്ള എമൗണ്ട് എൻ്റെ കയ്യിലില്ല, എനിക്ക് അത്രയും ഇൻകം വരുന്നില്ല. സോ ഞാൻ വർക്ക് ഫോഴ്സിനെ കട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ വർക്ക് ഫോഴ്സിൻ്റെ സാലറി കട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ വർക്ക് ഫോഴ്സിനെ അതേപടി കട്ട് ചെയ്യുന്നു. അപ്പം അങ്ങനെ വരുമ്പോൾ ഞാനിപ്പോൾ 9 എംപ്ലോയീസിനെ പറഞ്ഞു വിട്ടാൽ ആ 9 എംപ്ലോയീസിൻ്റെ ഇൻകം സ്റ്റോപ്പ് ആവുമല്ലേ? അവർക്ക് ഇൻകം കിട്ടുന്നുണ്ടോ? അവർക്ക് ഇൻകം കിട്ടുന്നില്ല. സോ അവർക്ക് കിട്ടുന്ന ഡിസ്പോസിബിൾ ഇൻകം അല്ലെങ്കിൽ അവരുടെ കയ്യിൽ വരുന്ന ഇൻകം കുറയുന്നു, അല്ലെങ്കിൽ ഇല്ലാതെ വരുന്നു. ഇനി നമ്മളുടെ ബാങ്കിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എല്ലാം കുറയുന്നു. ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞാലും ക്രെഡിറ്റ് അധികം ആരും എടുക്കുന്നില്ല, കാരണം ഇൻവെസ്റ്റേഴ്സിന് അത്ര കോൺഫിഡൻസ് ഇല്ല. ഇപ്പം ഒരു ബാങ്ക് എനിക്ക് ലോൺ തരാമെന്ന് പറഞ്ഞാൽ ഞാൻ പോയി ലോൺ എടുക്കുവാണെങ്കിൽ ആ ലോൺ എനിക്ക് എങ്ങനെ അടയ്ക്കാൻ പറ്റും, ഫ്യൂച്ചറിൽ അത് അടയ്ക്കാനുള്ളൊരു സോഴ്സും കൂടെ ഞാൻ കാണണ്ടേ പോയി ലോൺ എടുക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എനിക്ക് ജോലി ഉണ്ടെങ്കിൽ എനിക്ക് വിചാരിക്കാം ആ ജോലി ഉണ്ട്, എനിക്ക് 50,000 റുപ്പീസ് സാലറി കിട്ടുന്നുണ്ട്, സോ അതിൽ നിന്ന് 10,000 എനിക്ക് EMI അടയ്ക്കാൻ കുഴപ്പമില്ല. ബട്ട് എനിക്ക് ഒരു ജോലി ഇല്ലാതെ ഞാൻ വെറുതെ വീട്ടിലിരിക്കുവാണെങ്കിൽ ബാങ്ക് ലോൺ തരാമെന്ന് പറഞ്ഞാലും എനിക്കത് എടുക്കാനുള്ളൊരു കോൺഫിഡൻസ് ഇല്ല. സോ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് ലോൺ കിട്ടുന്നുണ്ടെങ്കിൽ, ലോൺ പ്രൊവൈഡ് ചെയ്യാൻ ബാങ്ക്സ് റെഡി ആണെങ്കിലും അല്ലെങ്കിൽ ക്രെഡിറ്റ് കൊടുക്കാൻ ആളുകൾ റെഡി ആണെങ്കിൽ പോലും അതെടുക്കാനുള്ള കോൺഫിഡൻസ് ഇൻവെസ്റ്റേഴ്സിന് ഇല്ല. പിന്നെ ഇത് ചില സമയത്ത് മാർക്കറ്റിൽ ക്രെഡിറ്റിൻ്റെ അവൈലബിലിറ്റിയും ഇല്ലാതെ വരും. കാരണം ഇപ്പോൾ ബാങ്ക്സ് നേരത്തെ കൊടുത്ത ലോൺസ് ഒന്നും അവർക്ക് തിരിച്ച് കിട്ടുന്നില്ല. സോ അത് ബാങ്ക്സ് തന്നെ ഫിനാൻഷ്യൽ ക്രൈസിസിലാണ്. അതുകൊണ്ട് അവർക്ക് കൂടുതൽ ക്രെഡിറ്റ് അലോട്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയും വരാം. റിസഷൻ ഒത്തിരി പീക്കിൽ നിൽക്കുകയാണ്, ഡിപ്രഷൻ ഒത്തിരി പീക്കിലാണ്, അത് അത്ര അധികം നെഗറ്റീവ് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ചിലപ്പോൾ ക്രെഡിറ്റ് അവൈലബിൾ അല്ലാത്ത അവസ്ഥയും വരാം. ഇനി ഇങ്ങനെയുള്ള കേസിൽ എന്താ പറ്റുക? കൂടുതൽ ആളുകൾ ബാങ്ക്രപ്സി ഫയൽ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ലിക്വിഡേഷൻ പ്രൊസീജിയർ ചെയ്യേണ്ടി വരും, അവരുടെ കമ്പനീസ് അടച്ചു പൂട്ടേണ്ടി വരും. കാരണം അവർക്ക് കമ്പനി റൺ ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്നില്ല, അതിനുള്ള ഇൻകം കിട്ടുന്നില്ല. സോ ഒന്നുകിൽ അവർ കമ്പനി ക്ലോസ് ചെയ്യേണ്ടി വരും. കമ്പനി ക്ലോസ് ചെയ്താലും ചിലപ്പോൾ അവർക്ക് ഒത്തിരി ബാധ്യതയൊക്കെ ഉണ്ട്, അവർക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു ബാങ്ക്രപ്സി ഫയൽ ചെയ്യേണ്ടി വരും. മീൻസ് പാപ്പരാണ്, കയ്യിൽ ഇൻകം ഇല്ല, പൈസ ഇല്ല എന്നുള്ള രീതിയിൽ ബാങ്ക്രപ്സീസ് ഫയൽ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ലിക്വിഡേഷൻ പ്രൊസീജിയർ ചെയ്യേണ്ടി വരും. അതനുസരിച്ച് നമ്മുടെ അതനുസരിച്ച് ട്രേഡിനെയും കൊമേഴ്സിനെയും അത് ബാധിക്കും. കാരണം കുറച്ച് ഫേംസ്, ഇപ്പോൾ 100 ഫേംസാണ് നമ്മുടെ രാജ്യത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വിചാരിക്കുക. 100 ഫേംസാണ് നമ്മൾ ട്രേഡ് ആൻഡ് കൊമേഴ്സിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, നമ്മുടെ രാജ്യത്തിൻ്റെ ഗ്രോത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ അതിലൊരു 40 ഫേംസ് ഷട്ട് ഡൗൺ ചെയ്തോ ബാങ്ക്രപ്സി ഫയൽ ചെയ്തോ പോയിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ ട്രേഡ് ആൻഡ് കൊമേഴ്സിനെ അഫക്റ്റ് ചെയ്യില്ലേ? നേരത്തെ 100 ഫേംസ് ഉണ്ടായിരുന്നു, ഇപ്പോൾ 60 ഫേംസേ ഉള്ളൂ, 40 ഫേംസ് ക്ലോസ് ചെയ്ത് പോയി. അപ്പോൾ അതനുസരിച്ച് നമ്മളുടെ ട്രേഡ് ആൻഡ് കൊമേഴ്സിനെ അഫക്റ്റ് ചെയ്യും. ലിക്വിഡേഷൻ വരുന്നതോ ബാങ്ക്രപ്സീസ് വരുന്നതോ പ്രൊഡക്ഷൻ കുറയുന്നതോ അതെല്ലാം നമ്മൾ ട്രേഡ് ആൻഡ് കൊമേഴ്സിനെ അഫക്റ്റ് ചെയ്യും. ഇനി ഡിപ്രഷൻ്റെ ഡെപ്തിൽ വരുമ്പോൾ, ഏറ്റവും ലോവസ്റ്റ് ഫേസിൽ അതിൻ്റെ ഹയസ്റ്റ് പോയിന്റിൽ വരുമ്പോൾ, ഡെപ്തിൽ വരുമ്പോൾ നമ്മളുടെ എക്കണോമിക് ആക്ടിവിറ്റീസ് തീരെ ബോട്ടം ലെവലിൽ ടച്ച് ചെയ്യും. കാരണം അധികം എക്കണോമിക് ആക്ടിവിറ്റീസ് ഒന്നുമില്ല. നമ്മൾ പറഞ്ഞതുപോലെ എന്താണ്, ആളുകളുടെ കയ്യിൽ ഇൻകം ഇല്ല, സ്പെൻഡിങ് ഇല്ല, പ്രൊഡക്ഷൻ ഇല്ല, പ്രോഫിറ്റ് ഇല്ല, അൺഎംപ്ലോയ്മെൻറ്റ് ഒത്തിരി കൂടുതലാണ്. സോ അങ്ങനെയുള്ള സ്റ്റേജ് വരും. പിന്നെ ആ സ്റ്റേജ് പെർമനൻ്റ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യുമോ? ചെയ്യില്ല. കാരണം എന്താ, നമ്മൾക്ക് ഇരുട്ട് വന്നാൽ ഉറപ്പായിട്ടും വെളിച്ചം വരും, രാത്രി വന്നാൽ ഉറപ്പായിട്ടും പിറ്റേ ദിവസം പകൽ വരും. സോ എന്ത് പ്രോബ്ലം വന്നാലും അതിനൊരു സൊല്യൂഷനുണ്ട്. അല്ലാതെ പ്രോബ്ലം മാത്രമായിട്ട് ഒരു പ്രോബ്ലം വരുന്നില്ല, എല്ലാ പ്രോബ്ലത്തിനും ഒരു സൊല്യൂഷൻ വരുന്നുണ്ട്. എല്ലാ രാത്രിക്കും നെക്സ്റ്റ് ഒരു പകൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഫേസിലും കണ്ടിന്യൂസ്, പിന്നെ ആ ഒരു ഫേസ് ഡിപ്രഷൻ ഫേസ് വന്നാൽ പിന്നെ ആജീവനാന്തം ആ ഡിപ്രഷൻ ഫേസ് നിൽക്കുമല്ല, അവിടുന്ന് പതുക്കെ റിക്കവറി സ്റ്റേജ് വരാൻ തുടങ്ങും. ഇപ്പോൾ കുറച്ച് നാൾ പ്രൈസ് കുറയും എന്നൊക്കെ വിചാരിച്ച് ആളുകൾ വെയിറ്റ് ചെയ്യുന്നു. കുറച്ച് നാളൊക്കെ കഴിഞ്ഞ് കാര്യമായിട്ട് പ്രൈസ് കുറയുമൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ അതൊക്കെ പിന്നെ കുറേ നാളായാലേ ഡിപ്രഷൻ എന്നൊക്കെ ആളുകൾ വിചാരിക്കുന്നു. അപ്പോൾ പ്രൊഡ്യൂസേഴ്സ് വിചാരിക്കുകയാണ് കുറച്ച് പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങാം, ഇനി കുറച്ച് നല്ല ട്രെൻഡ് വരുമായിരിക്കും. അങ്ങനെ ആളുകൾക്ക് കുറച്ച് ഒപ്റ്റിമിസം അവരുടെ മനസ്സിൽ വരാൻ തുടങ്ങുന്നു. ഇനി ശരിയാകുമായിരിക്കും, ഇനി കുറച്ച് ബൂം ട്രെൻഡ് വരുമായിരിക്കും, അപ്പ് ട്രെൻഡ് വരുമായിരിക്കും. അങ്ങനെ പതുക്കെ ആളുകൾ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ, പ്രൊഡ്യൂസേഴ്സും എല്ലാവരും കൺസ്യൂമേഴ്സും എല്ലാവരും പതുക്കെ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ ഈ പ്രോസസ്സ് പതുക്കെ റിവേഴ്സ് പ്രോസസ്സ് ആവുന്നു. അതായത് ഈ ഡൗൺ ട്രെൻഡിൽ നിന്ന് പതുക്കെ തിരിച്ച് നമ്മളുടെ എക്സ്പാൻഷൻ സ്റ്റേജിലേക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്നു. നമ്മളുടെ ഏറ്റവും ലോവസ്റ്റ് പൊസിഷനിൽ നിന്ന്, ഡിപ്രഷനിൽ നിന്ന് പതുക്കെ റിക്കവറി വരുന്നു. ഈ റിക്കവറി പ്രോസസ്സ് ആദ്യം അഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ലേബർ മാർക്കറ്റിനെയാണ്. കാരണം
നമ്മൾക്ക് ഇപ്പോൾ ഒത്തിരി ആളുകൾക്ക് അൺഎംപ്ലോയ്മെൻ്റ് ആണ്. നമ്മുടെ തൊട്ട് 37 ഡിപ്രഷൻ സ്റ്റേജിൽ എന്താ പറ്റി, അൺഎംപ്ലോയ്മെൻറ്റ് കൂടുതലാണ്, ആളുകൾക്ക് ഇൻകം ഇല്ല, ആളുകൾ വളരെ ബുദ്ധിമുട്ടുമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളുടെ എംപ്ലോയീസ് ഇപ്പോൾ നോർമലി മാർക്കറ്റിൽ 1000 റുപ്പീസാണ് ജോലി ചെയ്യുന്നതിന് കിട്ടുന്ന വേജസ് എങ്കിൽ ഇവർ ഒന്നുമില്ലാത്തതിലും ഭേദം എന്തെങ്കിലും കിട്ടുന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇവർ 1000 റുപ്പീസ് വേണ്ട 700 റുപ്പീസ് ആണെങ്കിലും ഞങ്ങൾ വർക്ക് ചെയ്യാൻ റെഡിയാണ്. അങ്ങനെ ഒരു ഇതിലേക്ക് നമ്മളുടെ വർക്ക് ഫോഴ്സ് വരുന്നു, വർക്കേഴ്സ് അല്ലെങ്കിൽ എംപ്ലോയീസ് വരുന്നു. കാരണം എന്താണ്, അവർക്ക് ഇൻകം ഇല്ല, അവരുടെ വീട്ടിൽ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ അവരുടെ സ്പെൻഡിങ്ങിനുള്ള ഇൻകം കിട്ടുന്നില്ല. സോ പതുക്കെ നമ്മളുടെ വർക്ക് ഫോഴ്സ് ലോവർ വേജസ് ആണെങ്കിൽ പോലും അത് അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആവുന്നു, ആ വേജസിൽ അല്ലെങ്കിൽ ആ സാലറീസിൽ വർക്ക് ചെയ്യാനായിട്ട് റെഡി ആവുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പ്രൊഡ്യൂസേഴ്സിന് കോസ്റ്റ് കുറച്ചു മതി. കാരണം നേരത്തെ അവർ ഒരു ദിവസം ജോലി ചെയ്യണമെങ്കിൽ 1000 റുപ്പീസ് കൊടുക്കണമായിരുന്നു, ഇപ്പോൾ ഒരു ദിവസം ജോലി ചെയ്യണമെങ്കിൽ 700 റുപ്പീസ് കൊടുത്താൽ മതി. പിന്നെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ്, ഇൻപുട്ടിൻ്റെ കോസ്റ്റ് എല്ലാം കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പ്രൊഡ്യൂസേഴ്സും വിചാരിക്കുന്നു നോക്കി ഇത്രയും കുറഞ്ഞില്ല, ഇനി പതുക്കെ കൂടുമായിരിക്കും, അതുകൊണ്ട് പതുക്കെ ബിസിനസ് എൻവയോൺമെൻറ്റ് ബെറ്റർ ആവുമായിരിക്കും, കോസ്റ്റുമൊക്കെ ഇപ്പോൾ കുറവല്ലേ. സോ പതുക്കെ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്ത് കുറച്ച് പ്രൊഡ്യൂസ് ചെയ്ത് നോക്കാം, മാർക്കറ്റ് കുറച്ചും കൂടെ നല്ല രീതിയിൽ വരുമായിരിക്കും എന്ന് പ്രൊഡ്യൂസേഴ്സ് കുറച്ചൊരു ഒപ്റ്റിമിസം അവർക്ക് പ്രൊഡ്യൂസേഴ്സിനും ഫീൽ ചെയ്യുന്നു. സോ അവർ പതുക്കെ സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങും, അതായത് പതുക്കെ അവർ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങുന്നു. കാരണം മാർക്കറ്റ് കുറച്ച് എക്സ്പാൻഷൻ പീരീഡിലേക്ക് വരും, അല്ലെങ്കിൽ ബിസിനസ് കുറച്ച് എക്സ്പാൻഷൻ പീരീഡിലേക്ക് വരുമെന്ന് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നു. സോ അവർ പതുക്കെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ പതുക്കെ കുറച്ച് ആളുകൾ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു, ആളുകൾ പതുക്കെ ജോലി ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ ബാങ്ക്സും ക്രെഡിറ്റ് കൊടുക്കാനായിട്ട് അവരുടെ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് കുറച്ചുകൂടി കൂട്ടുന്നു, കൂടുതൽ ക്രെഡിറ്റ് കൊടുക്കാനായിട്ട് ബാങ്ക്സ് റെഡിയാവുന്നു. അപ്പോൾ ആളുകൾ അവർക്ക് കുറച്ച് എംപ്ലോയ്മെൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ, അവർക്ക് പ്രൊഡക്ഷനും ഒക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് ഡെവലപ്പായി വരുന്നത് കൊണ്ട് ആളുകൾ ക്രെഡിറ്റ് എടുത്തിട്ട് അവർ ബിസിനസ്സിലോ അവരുടെ മറ്റ് മേഖലകളിലോ ഇൻവെസ്റ്റ് ചെയ്യാൻ ആളുകൾക്കും കുറച്ച് കോൺഫിഡൻസ് വരുന്നു. ഇനി നമ്മൾ ടെക്നോളജിയിൽ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുന്നുണ്ട്, അല്ലെങ്കിൽ പുതിയ ടെക്നോളജീസ് ഒക്കെ വരുന്നത് കൊണ്ട് നമ്മൾക്ക് പുതിയ മെഷീൻസിലൊക്കെ പതുക്കെ പ്രൊഡ്യൂസേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതനുസരിച്ച് നമ്മളുടെ ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രി, അതായത് മെഷീൻ പാർട്സോ മെഷീൻ ടൂൾസ് ഒക്കെ ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രി, അതിലും എല്ലാം ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നു, അതിൽ കൂടുതൽ പ്രൊഡക്ഷൻ നടക്കുന്നു. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്താ പറ്റുന്നത്, എംപ്ലോയ്മെൻറ്റ് പതുക്കെ കൂടാൻ തുടങ്ങുന്നു. കാരണം നമ്മളുടെ പ്രൊഡക്ഷൻ കൂടുന്നതനുസരിച്ച് നമ്മൾക്ക് കൂടുതൽ എംപ്ലോയീസിനെ വേണം. സോ നമ്മൾ കൂടുതൽ എംപ്ലോയീസിനെ ജോലിക്ക് എടുക്കും, അതനുസരിച്ച് എംപ്ലോയ്മെൻറ്റ് കൂടും. എംപ്ലോയ്മെൻറ്റ് കൂടുന്നതനുസരിച്ച് ആളുകളുടെ ഇൻകം കൂടും. ഇൻകം കൂടുമ്പോൾ എന്താ, അവരുടെ കയ്യിൽ ക്യാഷ് ഉണ്ട്. സോ അവർ പ്രൊഡക്ട്സിന് ഉള്ള ഡിമാൻഡ് കൂടും. കാരണം ക്യാഷ് ഉണ്ടല്ലോ, നമുക്ക് ഇനി പ്രൊഡക്ട്സ് മേടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. നേരത്തെ നമ്മളിൽ ക്യാഷ് ഇല്ലാഞ്ഞുകൊണ്ടല്ലേ നമ്മൾ പ്രൊഡക്ട്സിന് ഡിമാൻഡ് ഒന്നും വെക്കാഞ്ഞ, കാരണം നമ്മളിൽ പൈസ ഇല്ല മേടിക്കാൻ വേണ്ടി. അപ്പോൾ ഇപ്പോൾ കുറച്ച് പൈസ വരുന്നുണ്ട്, എംപ്ലോയീസിൻ്റെ കയ്യിൽ ക്യാഷ് വന്നു, ഇൻകം വന്നു, സാലറി വേജസ് ഒക്കെ വരുന്നുണ്ട്. സോ അവർ പ്രൊഡക്റ്റിനുള്ള ഡിമാൻഡ് കൂട്ടി വരുന്നു. പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് കൂടുന്നതനുസരിച്ച് പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കൂടുന്നു. ഇനി നമ്മളുടെ പ്രൈസ് മെക്കാനിസം മാർക്കറ്റിൻ്റെ ഫ്രീ എൻ്റർപ്രൈസ് എക്കോണമി, അതായത് നമ്മളുടെ പ്രൈസ് മെക്കാനിസം അനുസരിച്ചാണ് നമ്മളുടെ എക്കോണമിയിൽ ചേഞ്ചസ് വരുന്നത്. അതായത് എന്താണ്, ഡിമാൻഡ് കൂടുന്നതനുസരിച്ച് നമ്മളുടെ പ്രൈസ് കൂടി വരുന്നു. ആണ് ഫ്രീ എൻ്റർപ്രൈസ് എക്കോണമി, ഫ്രീ മാർക്കറ്റ് എക്കോണമി. സോ മാർക്കറ്റിലുള്ള പ്രൈസ് മെക്കാനിസം അനുസരിച്ച് മാർക്കറ്റിൽ ഡിമാൻഡ് കൂടുന്നു, അതിനനുസരിച്ച് നമ്മളുടെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസും കൂടുന്നു. അപ്പോൾ പ്രൊഡക്ട്സിനുള്ള ഡിമാൻഡ് കൂടും, പ്രൈസ് കൂടുന്നു. അപ്പോൾ എന്താണ്, പ്രൊഡ്യൂസേഴ്സിന് കുറച്ചും കൂടെ കോൺഫിഡൻസ് വരുവാണ്. ഓക്കെ, റിക്കവറി വരുന്നുണ്ട്, ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സിന് കുറച്ച് ഡിമാൻഡ് വരുന്നുണ്ട്, അതിൻ്റെ പ്രൈസും കൂടി വരുന്നുണ്ട്. സോ കുറച്ച് എമൗണ്ടും കൂടി ഇൻവെസ്റ്റ് ചെയ്യാം, ബിസിനസ്സിൽ കുറച്ച് എമൗണ്ടും കൂടി ഇൻവെസ്റ്റ് ചെയ്തിട്ട് കുറച്ചും കൂടി കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ 100 യൂണിറ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് എമൗണ്ടും കൂടി ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു 250 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാം. കാരണം 100 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മുഴുവൻ സെല്ലായി പോകുന്നുണ്ട്, ഡിമാൻഡ് വരുന്നുണ്ട്. സോ ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടും പ്രൊഡ്യൂസേഴ്സ്. അങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് പല സെക്ടറിലും കൂടുന്നതനുസരിച്ച് എക്കോണമി റിക്കവറി കാണിക്കും. എക്കോണമി റിക്കവർ ചെയ്യാനായിട്ട് തുടങ്ങുന്നു. നെഗറ്റീവ് സ്റ്റേജിൽ നിന്ന് എക്കോണമി റിക്കവർ ചെയ്ത് വരുന്നു. ഇനി ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുന്നു, പ്രൊഡക്ഷൻ കൂടുന്നു, അതനുസരിച്ച് എന്താ, എംപ്ലോയ്മെൻറ്റ് കൂടും. ശരിയല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എന്തിനു വേണ്ടിയാണ്, കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ. കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, കൂടുതൽ എംപ്ലോയീസിനെ വേണം. എംപ്ലോയീസിനെ നമ്മൾ കൂടുതൽ എടുക്കുമ്പോൾ അതനുസരിച്ച് എംപ്ലോയ്മെൻറ്റ് കൂടുന്നു. എംപ്ലോയ്മെൻറ്റ് കൂടുമ്പോൾ ആളുകളുടെ കയ്യിൽ വരുന്ന ഇൻകം കൂടുന്നു. ഇൻകം കൂടുമ്പോൾ എന്താ പറ്റുന്നത്, അവർ
കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നു. കാരണം എൻ്റെ കയ്യിൽ നേരത്തെ ക്യാഷ് ഇല്ലായിരുന്നു, ഇപ്പം എൻ്റെ കയ്യിൽ 50,000 റുപ്പീസ് ഉണ്ട്. സോ എനിക്കതിൽ 10,000 റുപ്പീസ് എൻ്റെ വീട്ടു ചിലവിന് മതി, ബാക്കി 40,000 എനിക്ക് വേണമെങ്കിൽ സ്പെൻഡ് ചെയ്യാമല്ലോ. അപ്പം അങ്ങനെ ഇൻകം കൂടുന്നതനുസരിച്ച് കൺസ്യൂമേഴ്സ് അവരുടെ എക്സ്പെൻഡിച്ചർ കൂട്ടുന്നു, അല്ലെങ്കിൽ അവരുടെ സ്പെൻഡിങ് കൂട്ടുന്നു. ഇനി അങ്ങനെ വരുമ്പോൾ സ്പെൻഡിങ് കൂടുമ്പോൾ എന്താണ്, നമ്മളുടെ ഡിമാൻഡ് പിന്നെയും കൂടുന്നു. കാരണം എൻ്റെ കയ്യിൽ 40,000 റുപ്പീസ് ഉണ്ട്, ഞാൻ ആ 40,000 വെച്ച് സ്പെൻഡ് ചെയ്യാൻ റെഡിയാണ്. അപ്പോൾ ഞാനത് വെച്ച് പല പല സാധനങ്ങൾ വാങ്ങിക്കുന്നു. അപ്പോൾ ആ ഡിമാൻഡ് കൂടുന്നു. അതനുസരിച്ച് എന്താണ്, ഡിമാൻഡ് കൂടുമ്പോൾ കൂടുതൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് റെഡിയാണ്. കാരണം അവർക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടുമെങ്കിൽ അവർക്ക് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് തന്നെയല്ലേ നല്ലത്. അവരുടെ മെഷീൻ്റെ കപ്പാസിറ്റിയും എംപ്ലോയീസിൻ്റെ കപ്പാസിറ്റിയും റിസോഴ്സസ് ഒക്കെ ഫുള്ളി യൂട്ടിലൈസ് ചെയ്യുന്നത് തന്നെയല്ലേ അവർക്ക് നല്ലത്. അപ്പോൾ ഒരു ദിവസം ഇപ്പോൾ 1000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നേരത്തെ അത്രയും സാധനം വാങ്ങിക്കാൻ ആളില്ലാതിരുന്നത് കൊണ്ട് അവർ ആ മെഷീൻ്റെ ഫുൾ കപ്പാസിറ്റി യൂസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അവർ 100 യൂണിറ്റ്സേ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. ബട്ട് 1000 യൂണിറ്റ്സ് മേടിക്കാനായിട്ട് ആളുകൾ റെഡിയാണെങ്കിൽ പിന്നെ അവർക്ക് 1000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് എന്താ, അവർക്ക് അത്രയും പ്രോഫിറ്റ് കൂടുമല്ലേ. സോ അതനുസരിച്ച് ഡിമാൻഡ് കൂടുന്നതനുസരിച്ച് നമ്മളുടെ ഗുഡ്സിൻ്റെയും സർവീസസിൻ്റെയും പ്രൊഡക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ റെൻഡറിങ് കൂടുന്നു. കൂടുതൽ ഗുഡ്സ് പ്രൊഡ്യൂസേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയാണ്, ആളുകളുടെ ഡിമാൻഡ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി. ഡിമാൻഡ് കൂടുമ്പോൾ ആ ഡിമാൻഡ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി കൂടുതൽ പ്രൊഡക്ഷൻ നടക്കുന്നു. ഡിമാൻഡ് ഫുൾഫിൽ ചെയ്യുന്നതുകൊണ്ട് അവരെന്താ ഉദ്ദേശിക്കുന്നത്, അവർക്ക് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി, കൂടുതൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ അവരുടെ ഒബ്ജക്റ്റീവ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടി, അവർക്ക് പല പല ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും. അപ്പോൾ ആ ഒബ്ജക്റ്റീവ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടി ഇവർ ആ ഡിമാൻഡ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി ഇവർ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെ കൂടുതൽ പ്രൊഡക്ഷൻ വരുന്നു, കൂടുതൽ എംപ്ലോയ്മെൻറ്റ് വരുന്നു, കൂടുതൽ ഇൻകം വരുന്നു, കൂടുതൽ സ്പെൻഡിങ് വരുന്നു. ഇങ്ങനെ വരുമ്പോൾ എന്താണ്, നമ്മളുടെ എക്കോണമി പതുക്കെ എക്സ്പാൻഷനിലേക്ക് വരുവാണ്. നമ്മൾ നേരത്തെ ഡിപ്രഷനിലായിരുന്നു. ഡിപ്രഷനിൽ നിന്ന് പതുക്കെ എല്ലാവരും ഒപ്റ്റിമിസ്റ്റിക്കായി, എംപ്ലോയ്മെൻറ്റ് കൂടി, എല്ലാം കൂടി വന്നതനുസരിച്ച് എന്ത് പറ്റി, പതുക്കെ എക്സ്പാൻഷൻ സ്റ്റേജിലേക്ക് വന്നു. അതായത് താഴേന്ന് നമ്മൾ മുകളിലേക്ക് കയറുന്ന സ്റ്റേജ്, ഒരു അപ്പ് ട്രെൻഡ്. അങ്ങനെ അപ്പ് ട്രെൻഡ് വന്നു, നമ്മളുടെ എക്കണോമിക് ആക്ടിവിറ്റി കൂടി, എക്കണോമി കുറച്ച് ബൂസ്റ്റപ്പായി, എക്കണോമിയിൽ പ്രൊഡക്ഷൻ കൂടി. സോ പിന്നെയും നമ്മൾ പഴയ സ്റ്റേജിലേക്ക് തന്നെ വന്നു. എക്സ്പാൻഷനിൽ നമ്മൾ പതുക്കെ കൂടി 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 ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് കൂടാനും പ്രൊഡക്ഷൻ കൂടാനും ഇൻകം കൂടാനും എല്ലാം നമ്മളുടെ എക്സ്പാൻഷൻ സ്റ്റേജിലേക്ക് വന്നു. അതായത് തിരിച്ച് ഈ സ്റ്റേജിലേക്ക്, ഇവിടുന്ന് നമ്മൾ തിരിച്ച് ഈ സ്റ്റേജിലേക്ക് ഇങ്ങ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ ഡിപ്രഷൻ സ്റ്റേജിൽ ഉണ്ടായിരുന്നത്. അവിടുന്ന് നമ്മൾ പതുക്കെ കോൺഫിഡൻസ് കൂടുന്നതനുസരിച്ച്, പ്രൊഡക്ഷൻ കൂടുന്നതനുസരിച്ച് എക്സ്പാൻഷൻ സ്റ്റേജിലേക്ക് വന്നു. ഇനി നമ്മൾ ഈ ബിസിനസ് സൈക്കിളിൽ ഇങ്ങനെ ചേഞ്ചസ് വരുമ്പോൾ ഇതിൽ നമ്മൾ ഓർക്കേണ്ടത്, എപ്പോഴും എല്ലാ ബിസിനസ്സിലും അല്ലെങ്കിൽ ഏത് കൺട്രിയിലാണെങ്കിലും ഏത് ബിസിനസ് ഫീൽഡിലാണെങ്കിലും ഈ ബിസിനസ് സൈക്കിൾ വരും. ഇത് വരുമ്പോൾ എപ്പോഴും ഒരു പെർഫെക്റ്റ് ടൈമിൽ, ഇപ്പോൾ ഒരു വർഷത്തിനിടയ്ക്ക് ഇങ്ങനെ വരും, അല്ലെങ്കിൽ 5 വർഷത്തിനിടയ്ക്ക് ഇത് 2 പ്രാവശ്യം വരും. അങ്ങനെ നമ്മൾക്ക് ഒരിക്കലും ഒരു കൃത്യമായിട്ട് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ബിസിനസ്സിൽ അപ്പ് ട്രെൻഡ് വരാം, പീക്ക് പൊസിഷൻ വരും, അതായത് എക്സ്പാൻഷൻ പീരീഡ് വരും, പീക്ക് പീരീഡ് വരും, കോൺട്രാക്ഷൻ പീരീഡ് വരും, ഡിപ്രഷൻ പീരീഡ് വരും. ഇതെല്ലാം നമ്മളുടെ ബിസിനസ്സിൽ ഉണ്ടാവും. ഇത് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഇതിന് സൈക്കിൾ എന്ന് പറയുന്നത്. കാരണം റൊട്ടേറ്റ് ചെയ്ത് കറങ്ങി കറങ്ങി വന്നുകൊണ്ടിരിക്കും. ചിലപ്പോൾ എക്സ്പാൻഷൻ ആയിരിക്കും, പിന്നെ പീക്കിൽ പോവും, പിന്നെ താഴേക്ക് കോൺട്രാക്ഷനിലേക്ക് വരും, തിരിച്ച് ഡിപ്രഷനിൽ വരും, ഡിപ്രഷനിൽ നിന്ന് പിന്നെയും കറങ്ങി എക്സ്പാൻഷനിലേക്ക് പോകും. സോ ഇങ്ങനെ ഒരു സൈക്കിൾ പോലെ ഇത് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഇത് എക്കോണമിയിൽ വരും എന്ന് ഉറപ്പാണ്. കാരണം ഏതെങ്കിലും ടൈം ഗ്യാപ്പിൽ, ഒരു ടൈം പീരീഡിൽ ഇത് വരും. പക്ഷേ നമുക്ക് ഒരിക്കലും അതൊരു പെർഫെക്റ്റ്ലി ടൈംഡ് സൈക്കിളായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഇത്ര പീരീഡിൽ വന്നുകൊണ്ടിരിക്കും എന്ന് നമ്മൾക്ക് അത് പറയാൻ പറ്റില്ല. ഇനി അങ്ങനെ അത് മാത്രമല്ല, നമ്മൾക്കിതിൻ്റെ ഇൻറ്റൻസിറ്റിയും ലെങ്ത്തും കറക്റ്റായിട്ട് പറയാനും പറ്റില്ല. കാരണം ഇപ്പോൾ ചില സമയത്ത് നമ്മളുടെ എക്സ്പാൻഷൻ പീരീഡ് 2 ഇയേഴ്സ് നിൽക്കുന്നു എന്ന് വിചാരിക്കുക. 2 ഇയേഴ്സ് എക്സ്പാൻഷൻ ഉണ്ടാവും, പീക്കിൽ വന്നിട്ട് ഒരു 6 മന്ത്സ് നിൽക്കും. അത് കഴിഞ്ഞ് താഴേക്ക് കോൺട്രാക്ഷനിൽ ഒരു 1 ഇയർ ഉണ്ട് എന്ന് വിചാരിക്കുക. ബട്ട് നെക്സ്റ്റ് ടൈം അത് വരുമ്പോഴും ഇതുപോലെ 2 ഇയേഴ്സ് ആയിരിക്കും എക്സ്പാൻഷൻ, 6 മന്ത്സ് ആയിരിക്കും പീക്ക്, 1 ഇയർ ആയിരിക്കും കോൺട്രാക്ഷൻ എടുക്കുന്നത്. അങ്ങനെ നമ്മൾക്ക് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ വന്നോളണമെന്നില്ല. അത് വരും, പക്ഷേ അതിൻ്റെ ഇൻറ്റൻസിറ്റിയും ലെങ്ത് എല്ലാം മാറിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ നെക്സ്റ്റ് സെക്കൻഡ് ടൈം വരുമ്പോൾ നമ്മളുടെ എക്സ്പാൻഷൻ ആദ്യത്തെ ടൈം 2 ഇയേഴ്സ് ഉണ്ടായിരുന്നത് സെക്കൻഡ് ടൈം വരുമ്പോൾ ചിലപ്പോൾ എക്സ്പാൻഷൻ 3 ഇയേഴ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ 4 ഇയേഴ്സ് ഉണ്ടാവാം. പീക്കിൽ നേരത്തെ 6 മന്ത്സേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി വരുമ്പോൾ ചിലപ്പോൾ വേണമെങ്കിൽ അത് 1 ഇയർ ഉണ്ടാവാം, ചിലപ്പോൾ അത് 3 മന്ത്സേ ഉണ്ടാവുള്ളൂ. സോ അങ്ങനെ അത് അതിൻ്റെ ഇൻറ്റൻസിറ്റിയും ലെങ്ത്തും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇതൊരു സെറ്റ് പാറ്റേണിലല്ല വരുന്നത് കറക്റ്റ്. എപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ
ഇങ്ങനെ വരും, ഇത്ര നാൾ ഇന്ന പൊസിഷനിൽ നിൽക്കും, പിന്നെ താഴേക്ക് വരും, അപ്പോൾ താഴേക്ക് മിനിമം വരാൻ ഇത്ര നാളെടുക്കും, അല്ലെങ്കിൽ താഴെ വന്നാൽ മിനിമം ഇത്ര നാളത് ഡിപ്രഷനിലുണ്ടാവും. അങ്ങനെ ഒരു സെറ്റ് പാറ്റേണിലല്ല ഇത് വരുന്നത്, സെറ്റ് പാറ്റേൺ അല്ല ഇത് ഫോളോ ചെയ്യുന്നത്. ചില സമയത്ത് ബൂം പീരീഡ്സ് കൂടുതലായിരിക്കാം, ചില സമയത്ത് ഡിപ്രഷൻ പീരീഡ് കൂടുതലായിരിക്കാം. സോ അങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ബട്ട് ബിസിനസ് സൈക്കിള് മസ്റ്റായിട്ടും ബിസിനസ്സിൽ വരും. അത് ബാഡ് ട്രേഡ് പീരീഡ്, ബാഡ് ട്രേഡ് അല്ലെങ്കിൽ ഗുഡ് ട്രേഡ്, അങ്ങനെ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ഈ 4 ഫേസിലൂടെ ബിസിനസ് സൈക്കിള് കടന്നു പോകും. ഏത് ബിസിനസ് ആണെങ്കിലും ആ ബിസിനസ് സൈക്കിൾ ഈ 4 പീരീഡിലൂടെ, എല്ലാ ബിസിനസ് ഫേംസും ഈ 4 പീരീഡിലൂടെ കടന്നു പോകും. ഇനി നമ്മൾക്ക് ഇതിൻ്റെ കോഴ്സസ് ഒക്കെ ഉണ്ട്, എന്തുകൊണ്ടാണ് ഈ ബിസിനസ് സൈക്കിൾ വരുന്നത്, ഇങ്ങനെ ചേഞ്ച് ആവുന്നതെന്ന്. ആ കോഴ്സസ് എല്ലാം നമ്മൾക്ക് ഇനി വരുന്ന വീഡിയോയിൽ കവർ ചെയ്യാം. അപ്പോൾ എല്ലാം കൂടി ആകുമ്പോൾ നിങ്ങൾക്കത് കൺഫ്യൂഷൻ ആവണ്ട, വീഡിയോ ഒത്തിരി ലെങ്തി ആവണ്ട, അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനും ബുദ്ധിമുട്ടാവണ്ട. സോ ഇത്രയും നിങ്ങളുടെ ബുക്സ് വായിച്ച് നോക്കുക, നിങ്ങൾക്കത് ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. സോ നിങ്ങൾ നന്നായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കുക. നമ്മൾക്ക് എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യേണ്ടതാണ്. ഇത് MCQ പേപ്പർ ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഏത് പോർഷനിൽ നിന്ന് വേണമെങ്കിലും ചോദ്യം വരാം. അതുകൊണ്ടാണ് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് എലാബറേറ്റ് ആയിട്ട് പറഞ്ഞത്. സോ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക. താങ്ക് യു വെരി മച്ച് ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്.